ഇത് ഇതേമാതിരി പഠിച്ചു 5 ദിവസം കഴിഞ്ഞ് കണ്ടന്റ് ഓഫ് ദിസ് മീറ്റിംഗ് പ്ലീസ് സെൻഡ് ടു എനിക്കിനി കിട്ടത്തില്ല, നെറ്റില്ല കേട്ടോ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രേം മാതാജി. ഹരേ പ്രണാം കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം പ്രണാം എല്ലാവർക്കും. മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയോ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മള് ഇസ്കോൺ മാംഗ്ലൂരിൽ നിന്നുള്ള ഭഗവത്ഗീത പഠനത്തിന്റെ 6ാം ദിവസത്തിലേക്ക് വന്നു. ഇന്നലെ നമ്മള് കണ്ടത് എല്ലാ കർമ്മങ്ങളും ചെയ്യണം അല്ലേ, അല്ല കർമ്മങ്ങളൊന്നും ഉപേക്ഷിക്കേണ്ടതില്ല, കർമ്മത്തിന്റെ ഫലങ്ങളെ ത്യജിക്കുക. അങ്ങനെ നമ്മള് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ അഗ്നിയാല് ശുദ്ധീകൃതരാവുക. അപ്പോഴാണ് നമുക്ക് ശാന്തി വൈരാഗ്യം ഒക്കെ ഉണ്ടാവുക അല്ലേ, രാഗദ്വേഷങ്ങളിൽ നിന്നൊക്കെ മുക്തരാവുക. അങ്ങനെ ആധ്യാത്മിക ദർശനവും പരമാനന്ദവും ഒക്കെ നേടാം എന്ന് നമ്മൾ കണ്ടു. ഇപ്പൊ ഈ അധ്യായം ധ്യാനയോഗം അല്ലെ, മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ നിയന്ത്രിച്ചിട്ട് പരമാത്മാവിൽ എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം, അങ്ങനെ ആ പ്രക്രിയ, അതാണ് അഷ്ടാംഗയോഗം എന്നുള്ള ധ്യാനമുറ. ഇത് സമാധിയിലാണ് പരിണമിക്കുക, പൂർണ്ണ ഈശ്വര അവബോധത്തിലെത്തും എന്നാണ്. പ്രാണായാമം, ഹഠയോഗം, അതൊക്കെയും ഈ അഷ്ടാംഗയോഗത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. 3 കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കുക. എന്താണ്? മനസ്സും ഇന്ദ്രിയവും സമനിലയിൽ എങ്ങനെ നിർത്തുക എന്ന് മനസ്സിലാക്കുക. പിന്നെയോ നമ്മുടെ കർമ്മം, ലക്ഷ്യം, ഇതൊക്കെ മനസ്സിലാക്കുക. എന്താണ് നമ്മുടെ ലക്ഷ്യം? ഭഗവത് സേവനത്തിലൂടെ ആത്മസാക്ഷാത്കാരം, അതാണ് എല്ലാവരുടെയും ലക്ഷ്യം അല്ലെ. ഇപ്പൊ മനസ്സിനെ എങ്ങനെ ശാന്തിയിലേക്ക് നയിക്കാം എന്നൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അഷ്ടാംഗയോഗത്തിന്റെ പ്രാധാന്യം ഭഗവാൻ അർജുനനിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. സരള മാർഗങ്ങളുണ്ട് മനസ്സിനെ ഇങ്ങനെ സമനിലയിൽ നിർത്താനായിട്ട്. ഇന്നിപ്പോ ആളുകൾക്കൊക്കെ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അനവധിയാണ് അല്ലെ നമ്മുടെ ചുറ്റും നടക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു സിറ്റിയില് ജോലി കഴിഞ്ഞ് വന്ന 10 മണിയായി വരുമ്പോ തന്നെ വീട്ടിലെത്താന്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ കുളി ആഹാരമൊക്കെ കഴിഞ്ഞ് 11 മണിക്ക് വിശ്രമിക്കാൻ പോവുക. 2 മിനിറ്റ് ഒരു ന്യൂസ് ഒന്ന് നോക്കാം എന്ന് പറഞ്ഞു TV ഓൺ ചെയ്യുക. അപ്പോൾ ആഡ് വരിക. അതില് ആഡ് കണ്ടു ഒരാളിങ്ങനെ സ്വാദില് നൂഡിൽസ് ഒക്കെ കഴിക്കുകയാണ്. അപ്പോൾ തോന്നി, ഓ അത് നൂഡിൽസ് എനിക്കും ഒന്ന് കഴിച്ചാലോ എന്ന് തോന്നാണ്. ഉടനെ ബൈക്ക് എടുത്തു, അങ്ങനെ നടന്നു, പല പല സ്ഥലത്ത് ചെന്നു. എല്ലാവിടെയും ഹോട്ടലൊക്കെ അടച്ചു. 11:30 മണിയല്ലേ. അങ്ങനെ സിറ്റിയിൽ ഫുള്ള് കറങ്ങി, കടകളും ഒക്കെ നൂഡിൽസ് ഒക്കെ തീർന്നു എന്ന് ചിലവിടെ പറഞ്ഞു. അങ്ങനെ സംഗതി എന്തിനു പറയണു, നഗരം മുഴുവൻ കറങ്ങിയിട്ടും കിട്ടിയതുമില്ല. അങ്ങനെ 1:30 മണി തിരിച്ച് വീട്ടിലെത്തി. വളരെ ലേറ്റായി അല്ലേ. അങ്ങനെ ഉറക്കം വരുന്നില്ല കിടന്നിട്ട്. പിന്നെ എപ്പോഴോ മയങ്ങിപ്പോയി. എഴുന്നേറ്റപ്പോഴോ ലേറ്റായി, ജോലിക്ക് പോവാൻ സമയത്തിന് ഒത്തില്ല. അങ്ങനെ ഹാഫ് ഡേ ലീവായി അല്ലെ. ഒരേ ഒരു ആഗ്രഹം കൊണ്ട് ഉണ്ടായതാണ്. ഇതുപോലുള്ള 100 അൺവാണ്ടഡ് ഡിസയേഴ്സ് ആണ് നിത്യവും നമ്മുടെ ജീവിതത്തില് ഉണ്ടായിക്കൊണ്ടിരിക്കണത് അല്ലെ. അപ്പൊ എങ്ങനെ ഈ മനസ്സിനെ സമനിലയിൽ നിർത്താൻ നമുക്ക് പറ്റും? മനസ്സ് എപ്പോഴും ചഞ്ചലാണ് അല്ലെ, എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോ അഷ്ടാംഗ യോഗ ആ പരിശീലനത്തിലൂടെ അഷ്ടാംഗ യോഗയെ കുറിച്ചിട്ട് ഭഗവാൻ എന്താ പറയണത് നമുക്ക് ഇവിടെ നോക്കാം. അടുത്തുള്ള യോഗ സെന്ററിൽ പോയിട്ട് 3 മാസം പ്രാക്ടീസ് ചെയ്യണോ? ഒരു പാക്കേജ് എടുക്കാം അല്ലെ? 3 മാസം യോഗ പ്രാക്ടീസിന്. അതല്ല, എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു ായിട്ട് കാട്ടിൽ പോകണോ? എന്താണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നത്? നമുക്ക് നോക്കാം. ഭഗവത്ഗീതയുടെ ഒരു അധ്യായം പാരായണം ചെയ്യുന്ന ഒരു മർത്യന്റെ 32 തരത്തിലുള്ള അപരാധങ്ങളെ ഭഗവാൻ കേശവൻ പൊറുക്കുന്നു എന്നാണ്. അപ്പൊ നമ്മള് 6ാമത്തെ അധ്യായമാണല്ലോ വായിക്കുന്നത്. അപ്പൊ നമ്മളുടെ അപരാധങ്ങള് പാപങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ടാവണം അല്ലെ? അത് ശ്രദ്ധയോടെ വായിക്കുക. ഇനിയിപ്പോ ഏകാദശി 24-ാം തീയതി വരുന്നുണ്ട്. അപ്പോഴും എല്ലാവരും ഫുള്ളും വായിക്കാൻ ശ്രമിക്കുക. പിന്നെ ധന്യമാതാജി ഇന്ന് ലൈവ് ഉണ്ട് കേട്ടോ. ഹരേ കൃഷ്ണ. മാതാജി ലൈവ് ഇട്ടു. മാതാജി ലൈവ് ഇട്ടിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തു ലൈവ്. ഓക്കെ ഓക്കെ, മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോ 1ാമത്തെ ശ്ലോകം ഭഗവാനാണ് അല്ലെ പറയുന്നത്. ശ്രീ ഭഗവാനുവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ സന്യാസി ച യോഗി ച ന നിരഗ്നിർന ചാക്രിയ. ഭഗവാൻ പറഞ്ഞു, കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തിയില്ലാതെ ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് സന്യാസി. അയാൾ തന്നെയാണ് യഥാർത്ഥ യോഗിയും. അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ കടമ നിർവഹിക്കാത്തവനോ അല്ല. ബ്രാഹ്മണര് അഗ്നിഹോത്രം ചെയ്യും അല്ലെ? അപ്പൊ അവര് അതൊക്കെ ഉപേക്ഷിച്ച് ഞാൻ സന്യാസിയാണ് എന്ന് പറയാ, അതല്ല. അതുപോലെ ഒരു ഗൃഹസ്ഥയോ അവരവരുടെ സ്വധർമ്മം കടമ നിർവഹിക്കാതെ മാറി നിൽക്കുക, അതാണോ സന്യാസി? അങ്ങനെയുള്ള ആളാണോ സന്യാസി എന്നാണ്. കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തിയില്ലാതെ ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ കർമ്മം ചെയ്യണം, അങ്ങനെയുള്ള ആളാണ് സന്യാസി. അതായത് കർമ്മഫലത്തില് ആകാംക്ഷ ഉണ്ടാവാൻ പാടില്ല, ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ഭാവം ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ മുമ്പേ പഠിച്ചത് തന്നെ അല്ലെ? അപ്പോ അങ്ങനെ ധാർമ്മിക ബാധ്യത, ഇതെന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മള് നമ്മുടെ സ്വധർമ്മം കൃത്യമായിട്ട് അനുഷ്ഠിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊക്കെ സന്യാസിയാണ് അല്ലെ? നമ്മളിപ്പോ ഒരു വീട്ടമ്മയാണെങ്കിലും അല്ലെ, ഒരു ഗൃഹസ്ഥനാണെങ്കിലും ഒരു പുത്രനാണെങ്കിലും പിതാവാണെങ്കിലും നമ്മുടെ ആ ധാർമ്മിക ബാധ്യത എന്ന നിലയില് നമ്മുടെ സ്വധർമ്മം കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ഒരു സന്യാസി എന്ന് പറയണത്. യഥാർത്ഥ യോഗിയും അപ്പൊ നമ്മൾ തന്നെ ആയിരിക്കും. അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ച ബ്രാഹ്മണൻ അഥവാ അല്ലെങ്കിൽ എന്റെ കടമയൊന്നും ഞാൻ നിർവഹിക്കാത്ത എങ്ങനെ ഞാൻ സന്യാസിയാന്ന് പറഞ്ഞ് കാഷായ വസ്ത്രം ധരിച്ച് നിൽക്കുക, അവരല്ല സന്യാസി. യഥാർത്ഥമായിട്ട് അല്ലെ നമ്മുടെ കൃത്യം യഥാർത്ഥത്തിൽ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ തന്നെയാണ് സന്യാസിയും യോഗിയും എന്ന് ഭഗവാൻ പറഞ്ഞു തന്നു. കർമ്മഫലത്തിനെ ആശ്രയിക്കാതെ തനിക്ക് ചെയ്യേണ്ടതായ കർമ്മം ആരാണോ ചെയ്യുന്നത് അയാള് കർമ്മം ത്യജിച്ച സന്യാസി തന്നെയാണ്. അയാൾ ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല, കർമ്മഫലം ത്യജിച്ച സന്യാസി എന്ന് തന്നെ അയാളെ പറയണം. ഭഗവാന്റെ ഭക്തൻ ആണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള യോഗി എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. തുടർന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പൊ മനസ്സിനെ സമനിലയിൽ എത്തിച്ച അയാള് ഒരു യോഗിയുമായിരിക്കും. ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുന്നവൻ സന്യാസി അല്ലെ? അല്ലാതെ കാഷായ വസ്ത്രം ധരിച്ച് കാട്ടിലൊന്നും പോകണ്ട. ചെയ്യുന്ന കർമ്മങ്ങളോട് രാഗദ്വേഷങ്ങളില്ലാതെ, എന്നാൽ ഒരു ഗൃഹസ്ഥനായിട്ട് തന്റെ കർമ്മവാസനകൾ ഒടുങ്ങാനായിട്ട് തന്റെ കർമ്മത്തിനെ ആര് ചെയ്യുന്നുവോ അയാള് കർമ്മം ചെയ്യുമ്പോഴും മനസ്സുകൊണ്ട് അതിനെ ത്യജിക്കുന്നതിനാലെ ആണ് പറയുന്നത് അയാൾ ഒരു സന്യാസിയുമാണ്, ഒപ്പം ഒരു യോഗിയുമാണ് എന്ന്. അപ്പോ യോഗ, ഇതാണോ യോഗ അല്ലെ? ഇതൊക്കെ ഓരോ എന്താ പറയാ ആസുരീക പ്രവൃത്തികളല്ലേ? എങ്ങനെ കാണിച്ച് പണം ഉണ്ടാക്കാനൊക്കെ ഈ തല മണ്ണിൽ കുഴിച്ചിട്ടിട്ട്, ഇതാണോ യോഗ? എന്നാ പിന്നെ ഇതാണോ യോഗ? ഇതൊരു ഫിസിക്കൽ എക്സസൈസസ് ആണ് അല്ലെ? ഇതാണോ യോഗ? ഇതെന്താണ്? ബിയർ യോഗ, ഗോട്ട് യോഗ, പിന്നെന്താണ്? ഇങ്ങനെ ഓരോരോ തരം യോഗകൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. നിരവധി യോഗ ബുക്സ് ആണെങ്കിൽ കുറെ ഉണ്ട് അല്ലെ? യോഗ ഫോർ പ്രഗ്നൻസി, ഫോർ മെന്റൽ ഹെൽത്ത്, അങ്ങനെ എന്തൊക്കെയാ, ചെയർ യോഗ,
അല്ലെ? പല പലതരം യോഗകളുണ്ട് ഇപ്പൊ. എന്നാല് ഇതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള യോഗ. എന്താണ് യോഗ? ദൈവവുമായി ബന്ധിപ്പിക്കുന്നു. ഉദാഹരണത്തിന് കർമ്മം യോഗമാക്കിയിട്ട് കർമ്മയോഗം, ജ്ഞാനം അതുപോലെ ജ്ഞാനയോഗം, അഷ്ടാംഗയോഗ, ഭക്തിയോഗ, അങ്ങനെ 4 തരം യോഗ. അതാണ് ശരിയായ യോഗ. ആ അഷ്ടാംഗ യോഗയെ പറ്റിയിട്ട് ഇവിടെ കാണിച്ചു തരുന്നു. അഷ്ടാംഗം എന്ന് പറഞ്ഞാല് 8 സ്റ്റെപ്സ് ഉണ്ട്. അതാണ് അഷ്ടാംഗ യോഗ എന്ന് പറയുന്നത്. അതില് ഇവിടെ യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി, അങ്ങനെയാണ്. അപ്പോ യമ എന്ന് പറഞ്ഞാല് എക്സ്റ്റേണൽ ഡിസിപ്ലിൻ ആണ്. നമ്മള് പുറമെ ആചരിക്കേണ്ടുന്ന ചര്യകളാണ്, നിയമങ്ങളാണ്. നമ്മള് ഡൂസ് ആൻഡ് ഡോൺട്സ് എന്ന് പറയില്ലേ, അങ്ങനെ ഉള്ള എക്സ്റ്റേണൽ ഡിസിപ്ലിൻ യമ എന്ന് പറയും. എന്നാൽ നിയമ എന്ന് പറയുന്നതോ ഇന്റേണൽ ഡിസിപ്ലിൻ ആണ്, നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങള്. ആസന എന്ന് പറഞ്ഞാൽ പോസ്റ്റർ ആണ്, മെഡിറ്റേഷൻ സീറ്റ് എന്ന് പറയും അല്ലെ. ആസന ആ ടൈപ്പിൽ ഇരിക്കുക, ആ മാതിരി ഇരിക്കുക എന്നുള്ളതാണ്, പോസ്റ്റർ ആണ് പറയുന്നത് ആസന. പ്രാണായാമ ബ്രെത്ത് കൺട്രോൾ ആണ്, ശ്വസന നിയന്ത്രണം എന്നൊക്കെ. പ്രത്യാഹാര എന്ന് പറഞ്ഞാലോ വിഡ്രോവൽ ഓഫ് സെൻസസ് ആണ്, നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുക, പ്രത്യാഹാര. ധാരണ എന്ന് പറഞ്ഞാലോ ഏകാഗ്രത ഉണ്ടാവുക അല്ലെ, കോൺസെൻട്രേഷൻ, അതാണ് ധാരണ. ധ്യാനം എന്ന് പറഞ്ഞാലോ മെഡിറ്റേറ്റീവ് അബ്സോർപ്ഷൻ, നമുക്കറിയാം, ധ്യാനിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക അല്ലെ, ധ്യാനം. അങ്ങനെ അതിന്റെ പരിസമാപ്തി ഏതാ? സമാധിയിലേക്ക് എത്തുന്നു അല്ലെ. ഭഗവാനെ എങ്ങനെ അന്തര്യാമിയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും എന്നാണ് ധ്യാനത്തിന്റെ ഒടുവില്. അപ്പൊ അതാണ് അഷ്ട അംഗം. 8 സ്റ്റെപ്സ് ആണ് യോഗയ്ക്ക് ഉള്ളത്. പണ്ടൊക്കെ 10,000 60,000 വർഷമൊക്കെയാണ് അല്ലെ തപസ് ചെയ്യുക ഓരോ പേര്. ശരീരമൊക്കെ എന്താ പറയാ, ശരീരത്തിന്റെ മാംസം പോലും ഈ പിപ്പിലാദികൾ വന്നിട്ട് കഴിക്കാൻ തുടങ്ങും, ചെതലുറുമ്പുകൾ വന്ന് തിന്നു തുടങ്ങും. 5-ാമത്തെ ശ്ലോകം. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ രിപുരാത്മന. പ്രധാനപ്പെട്ട ഒരു ശ്ലോകാണ്. മനുഷ്യൻ മനസ്സിന്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം, അധപ്പതിക്കരുത്. ബദ്ധനായ ആത്മാവിന് തന്റെ മനസ്സത്രേ ബന്ധു, അത് തന്നെയാണ് ശത്രുവും. ഒരു ബദ്ധനായ ആത്മാവിന്റെ ശത്രുവും മിത്രവും ഒക്കെ ആരാണ്? മനസ്സാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? മനസ്സിന്റെ സഹായത്തോടെ നമ്മൾ സ്വയം ഉയരണം. ആരും വന്ന് നമ്മളെ എന്താ പറയാ പുരോഗതിയിലേക്ക് നയിക്കില്ല. നമ്മൾ സ്വയം പരിശ്രമിച്ച് നമ്മള് പുരോഗതി നേടണം, അധപ്പതിക്കരുത് ഒരിക്കലും. അപ്പോ അധപ്പതിപ്പിക്കാൻ പലരും ഉണ്ടാവും അല്ലേ നമ്മുടെ ചുറ്റും. പക്ഷെ നമ്മുടെ ആ മനസ്സിന്റെ സഹായത്തോടെ നമ്മള് പുരോഗതി നേടുകയാണ് വേണ്ടത്, ഉയർന്നു പോവാണ് വേണ്ടത്. ഇപ്പൊ ബദ്ധനായ ആത്മാവിന് തന്റെ മനസ്സ് തന്നെയാണ് ബന്ധുവും ശത്രുവും. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഇപ്പൊ മറ്റൊരാൾ കാരണത്താല് ഞാൻ അധപ്പതിച്ചു പോയി, തകർന്നു പോയി, അല്ലെങ്കിൽ പുരോഗമിച്ചു എന്നൊന്നുമില്ല. നമ്മൾ സ്വയമാണ് അതിനൊക്കെ പ്രയത്നിച്ച് ഉയരേണ്ടതും താഴുന്നതും നമ്മുടെ മനസ്സ് കാരണം തന്നെയാണ്. അതെപ്പോഴും നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അപ്പൊ നിയന്ത്രണമുള്ള മനസ്സ് വേണം. ഒരാളുടെ ബന്ധുവാണ്, നിയന്ത്രിക്കാൻ പറ്റണം മനസ്സിനെ. ഇപ്പൊ ഭഗവാനോട് അടുക്കാൻ അപ്പോഴേ നമുക്ക് സാധിക്കുള്ളൂ. അംബരീഷ് മഹാരാജാവിന്റെ കഥയുണ്ട് ശ്രീമദ് ഭാഗവതത്തില്. അദ്ദേഹം ഭഗവാനിൽ മനസ്സുറപ്പിച്ചു. ദുർവാസാവിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹത്തിന്. അപ്പോ ഭഗവാൻ പറയും അങ്ങനത്തെ ഭക്തരുടെ ദാസനാണ് ഞാൻ എന്നാണ്. അപ്പോ അതുപോലെ മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കാൻ സാധിക്കണം. അപ്പൊ നമ്മുടെ ശത്രുവായിട്ട് അല്ലെ, മനസ്സിന്റെ ശത്രുവായിട്ട്, മനസ്സ് ആത്മാവിന്റെ ശത്രുവായിട്ട് ഇരിക്കും. അതല്ലെങ്കിലോ ബന്ധുവായിട്ട് ഇരുത്താൻ പറ്റണം, കൺട്രോൾ ഉണ്ടാവണം അല്ലെ മനസ്സിന്റെ മേല്. 6-ാമത്തെ ശ്ലോകം. ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാ ജിതാ അനാത്മാനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. മനസ്സിനെ ജയിച്ചവന് മനസ്സു തന്നെയാണ് ഒരു സുഹൃത്ത്. അതിന് കഴിയാത്തവനാകട്ടെ മനസ്സ് പരമശത്രുവുമായിരിക്കും. ഭഗവാൻ എന്താ പറഞ്ഞു തരുന്നേ? മനസ്സിനെ ജയിക്കണം
അല്ലെ? മനസ്സ് നമ്മുടെ ബുദ്ധി കരുതുന്ന പോലെ വേണം മനസ്സില് തോന്നലുകൾ ഉണ്ടാവാൻ. അല്ലാണ്ട് മനസ്സിങ്ങനെ ഇന്ദ്രിയങ്ങളുടെ ആ വിഷയാസക്തിയിൽ പെട്ടിട്ട് വലയല്ല ചെയ്യേണ്ടത്. എല്ലാത്തിനും നമുക്ക് ഒരു റെഗുലേറ്റ് ചെയ്യണം, അല്ലെ? ലൈഫ് സ്റ്റൈൽ തന്നെ റെഗുലേറ്റ് ചെയ്യണം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യണം. നമ്മൾ ഇപ്പൊ ചെയ്യണ പോലെ ഒന്നും അല്ല നമ്മൾ ഇനി ചെയ്യേണ്ടത്. ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ അതിന് തക്കതായ മാറ്റങ്ങളൊക്കെ വരുത്തണം. അപ്പൊ മനസ്സിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ച് നിർത്താൻ നമുക്ക് സാധിക്കണം. അപ്പോ നമ്മുടെ മനസ്സ് നമ്മുടെ ഉറ്റ ഫ്രണ്ടാവും. അതിന് സാധിക്കാതെ വരുമ്പോഴാണ് മനസ്സ് നമ്മുടെ ശത്രുവായിട്ട് പലതും മോശപ്പെട്ട കാര്യങ്ങള് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കാരണമാവുന്നത്. അപ്പൊ മനുഷ്യ ധർമ്മം നിറവേറ്റുന്നതില് ഒരു ആത്മസുഹൃത്താക്കാൻ വേണ്ടി മനസ്സിനെ നിയന്ത്രിക്കുക, അതാണ് ഈ അഷ്ടാംഗ യോഗചര്യയുടെ ഉദ്ദേശം തന്നെ. മനസ്സ് തനിക്ക് കീഴടങ്ങാതിരിക്കുമ്പോഴാണ് ഈ കാമം, ക്രോധം, ലോഭം, മോഹം എന്നിവയുടെയൊക്കെ വ്യക്തി ഒരു അടിമയായി പോകും. അപ്പൊ മന ത്രായതേ ഇതി മന്ത്ര എന്നാണ് മന്ത്രത്തിന്റെ. അപ്പൊ ജപം ചെയ്യുക, അല്ലെ? ഗോലോകേര പ്രേമധന ഹരിനാമ സങ്കീർത്തന എന്നാണ്. അപ്പൊ ഈ ഗോലോകത്തിൽ നിന്ന് വന്ന ആ ഹരിനാമ സങ്കീർത്തനം ഉണ്ടല്ലോ, അത് ജപം ചെയ്യുക എപ്പോഴും. അപ്പൊ നമുക്ക് മനസ്സിനെ നിയന്ത്രണത്തിൽ വരുത്താനും ഭഗവാനിൽ മനസ്സുറപ്പിക്കാനും സാധിക്കും. 7 ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിത ശീതോഷ്ണ സുഖ ദുഃഖേഷു തഥാ മാനാപമാനയോ. മനസ്സിനെ കീഴടക്കിയവൻ ശാന്തി നേടുകയാൽ പരമാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ആൾക്ക് തണുപ്പും ചൂടും സുഖവും ദുഃഖവും മാനവും അപമാനവും എല്ലാം ഒന്നുപോലെ തന്നെ. അപ്പൊ മനസ്സിനെ കീഴടക്കുക, മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കുക. അങ്ങനെ വരുമ്പോ ശാന്തി ഉണ്ടാവും, അല്ലെ? പ്രശാന്ത അവസ്ഥ കിട്ടും. അങ്ങനെ ഉള്ള ഒരാള് പരമാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു എന്നാണ്. അങ്ങനെയുള്ള ആൾക്ക് പിന്നെ ദ്വന്ദ്ങ്ങളില്ല, എല്ലാം ഒരുപോലെയാണ്. സ്തുതിച്ചാലും നിന്ദിച്ചാലും ദുഃഖം വന്നാലും സുഖം വന്നാലും ജയിച്ചാലും പരാജയപ്പെട്ടാലും ഒക്കെ ഒരുപോലെ തന്നെ ആയിരിക്കും അങ്ങനെയുള്ള ആൾക്ക്. ഇവിടെ നോക്കൂ, ഹരിദാസ് ഠാക്കൂറാണ്, നാമാചാര്യൻ എന്നാണ് ചൈതന്യ മഹാപ്രഭു പേര് കൊടുത്തത്. എന്താണ്? 3 ലക്ഷം നാമങ്ങളൊക്കെയാണ് ഒരുമിച്ച് ചൊല്ലുക, അദ്ദേഹം ജപം ചെയ്യുക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഹരിദാസ് ഠാക്കൂർ, അന്നത്തെ നവാബ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. അന്ന് നവാബ് മുസ്ലിം ഭരണം. അപ്പോ ഇങ്ങനെ നാമജപം കണ്ടിട്ട് ജയിലിൽ അടക്കിയാണ്. അപ്പോഴും അവിടെയും സന്തോഷത്തോടെ നാമം ജപിച്ചു. അപ്പോ മറ്റേ പേരൊക്കെ ചോദിച്ചു, എന്താ ജയിലിൽ ഇത്ര സന്തോഷം എന്ന്. അപ്പൊ പറഞ്ഞു, പുറത്തും ജയില് തന്നെയാണ്. ഭൗതികത എന്ന് പറയുന്നത് ഒരു തരത്തിൽ ജയില് തന്നെയാണ് എന്നാണ്. വിളിച്ചു പറ, അങ്ങോട്ട് ഇറങ്ങി. അതാണ് ഗീതയ്ക്ക് എടുക്കുന്നത്. എനിക്കതല്ല, എനിക്ക് വേണ്ട. അങ്ങനെ എല്ലാവരും നാമം ജപിക്കൂ എന്ന് പറയാണ്. ജന്മ മൃത്യു ജരാ വ്യാധി, അതുപോലെ കാമക്രോധ ലോഭ അങ്ങനെയൊക്കെ നിറഞ്ഞിരിക്കുന്ന ഈ ലൗകികത ഉണ്ടല്ലോ, അതൊരു തരത്തിൽ ജയില് തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്താലും ഇദ്ദേഹം നാമജപാണ് ചെയ്യുക ജയിലിലും. അങ്ങനെ നവാബ് പിന്നെ ഇയാളെ പുറത്തിറക്കി പല 22 ചന്തകളില് മാർക്കറ്റുകളിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. അപ്പോഴും നാമം ജപിക്കും. അങ്ങനെ സമാധിയിൽ ഇങ്ങനെ ഇരിക്കുന്ന വേളയിൽ ഗംഗയിൽ കൊണ്ടിട്ടു, മരിക്കട്ടെ എന്ന് പറഞ്ഞ്. അപ്പോഴോ കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും കരയ്ക്ക് എത്തിയിട്ട് നാമം ജപിക്കണു. അങ്ങനെ മനസ്സിനെ കീഴടക്കിയ ആളാണേ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ബാഹ്യ ബന്ധവും ഇല്ല. ജയിലിൽ കൊണ്ടിട്ടാലും കൊള്ളാം, വെള്ളത്തിലിട്ടാലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ഭഗവാന്റെ കൽപ്പിതങ്ങളെ നിറവേറ്റാൻ ഓരോ ജീവാത്മാവും ചുമതലപ്പെട്ടിരിക്കുകയാണ്. ഭഗവത് അംശമായിട്ടുള്ള നമ്മൾ ഭഗവാന്റെ നിത്യദാസരാണ്. അപ്പോ സർവേശ്വരൻ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നുണ്ട്, അല്ലേ? അപ്പോ ഒരു ആചാര്യൻ എന്താ ചെയ്യണ്ടേ? തൻ്റെ മുമ്പിൽ വരുന്നവർക്കൊക്കെ ഭഗവാനിലേക്കുള്ള വഴി കാട്ടിക്കൊടുക്കുക. അതാണ്. വേറൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം, നാമാചാര്യന്റെ. അപ്പൊ മനസ്സിനെ കീഴടക്കിയവൻ ശാന്തി നേടുന്നു. അങ്ങനെ പരമാത്മാവിനെ അദ്ദേഹം പ്രാപിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ആൾക്ക് ദ്വന്ദ്ങ്ങളൊന്നും ഇല്ല, സമഭാവന. 8ാമത്തെ ശ്ലോകം. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂട്ടസ്ഥോ വിജിതേന്ദ്രിയ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ചന.
ജ്ഞാനം കൊണ്ടും സാക്ഷാത്കാരം കൊണ്ടും തികച്ചും സംതൃപ്തനായ ഒരാളെ ആത്മസാക്ഷാത്കാര നിഷ്ഠനായ യോഗി എന്ന് പറയാം. ആത്മസംയമിയായ അയാൾ അഭൗതികതയിൽ സ്ഥിതി ചെയ്യുന്നു. അയാളുടെ ദൃഷ്ടിയിൽ കല്ലും മണ്ണും സ്വർണവും ഒന്നുപോലെ തന്നെ. അപ്പോ എന്താണ് ഈ ജ്ഞാനം നേടണം? പറഞ്ഞു നമ്മൾ മുമ്പ്, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം അല്ലേ, അതാണ് പരിപൂർണ ജ്ഞാനം. അങ്ങനെയുള്ള ജ്ഞാനം കൊണ്ടും അങ്ങനെയുള്ളവർക്കാണ് സാക്ഷാത്കാരവും കിട്ടുക. അപ്പൊ ജ്ഞാനം കൊണ്ടും സാക്ഷാത്കാരം കൊണ്ടും സംതൃപ്തനായ ഒരാളെയാണ് ആത്മസാക്ഷാത്കാര നിഷ്ഠനായിട്ടുള്ള യോഗി എന്ന് പറയാ. ആത്മസംയമിയായിട്ടുള്ള അയാള് അഭൗതികതയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അയാള് ഈ പ്രാപഞ്ചികതയിലാണ് ഉള്ളത് എങ്കിലും അതിൽ നിന്നൊക്കെ ഉയർന്ന തലത്തിലാണ് ആ യോഗി ഉള്ളത്. അയാളുടെ ദൃഷ്ടിയില് കല്ലും മണ്ണും സ്വർണവും എല്ലാം ഒരുപോലെ തന്നെയാണ് എന്നാണ്. ഇപ്പോ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, അവർക്കങ്ങു രത്നം ചരൽക്കല്ലു പോലെ ഉരങ്കാക്ഷിമാരോ മരപ്പാവ പോലെ. അല്ലെ, അവർക്ക് കല്ലാണെങ്കിൽ, വെറും കല്ലാണെങ്കിലും അല്ലെങ്കിൽ ഒരു വജ്രമാണെങ്കിലും അല്ലെ, രത്നങ്ങളാണെങ്കിലും എല്ലാം, സ്വർണ്ണാണെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെ അല്ലെ, മണ്ണും കല്ലും സ്വർണവും എല്ലാം ഒരുപോലെ തന്നെയാണ് അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് എന്നാണ്. അപ്പൊ മഹാത്മാക്കൾക്ക് കല്ലും മണ്ണും സ്വർണവും എല്ലാം ഒന്നാണ്. ഇപ്പൊ പ്രഭുപാദ് ആദ്യം 40 രൂപയുമായിട്ടാണ് അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 40 കോടിയുടെ സ്വത്ത് ഉണ്ടായി അദ്ദേഹത്തിന്. മകൻ വന്നു, എന്നിട്ട് പണം ചോദിക്കുകയാണ് അദ്ദേഹത്തിനോട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം കൃഷ്ണന്റേതാണ്, എന്റേതല്ല എന്ന്. അപ്പൊ അവർക്ക് പണം കയ്യിൽ വന്നാലും വന്നില്ലെങ്കിലും ഒക്കെ ഒരുപോലെയാണ് അല്ലെ. അതുപോലൊരു ഇൻസിഡന്റ് സനാതന ഗോസ്വാമി ഉണ്ട്, ചൈതന്യ മഹാപ്രഭുവിന്റെ ഡയറക്റ്റ് ശിഷ്യന്മാരിലുള്ള 6 ഗോസ്വാമിമാരിൽ ഒരാളാണ് അദ്ദേഹം. ഒരു മഞ്ജരിയാണ്, മഞ്ജരി ഗോസ്വാമിയായിട്ട് അവതരിക്കുകയാണ്. ഇപ്പൊ ചിന്താമണി എന്നുള്ള കല്ല്, ഒരു രത്നം അദ്ദേഹത്തിന്റെ കയ്യിൽ എങ്ങനെയോ വന്നു പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതറിയാം, ഒരു ബ്രാഹ്മണന് അറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് പണമൊക്കെ വേണമല്ലോ. അപ്പോഴ് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങയുടെ കയ്യില് ഒരു ചിന്താമണി സ്റ്റോൺ ഉണ്ടല്ലോ, അതൊന്ന് എനിക്ക് കിട്ടിയാൽ കൊള്ളാം. ഇങ്ങനെ ഞാനാണെങ്കിൽ അങ്ങനെ പണമൊന്നും ഇല്ലാണ്ട് വിഷമിച്ചോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഓ, അതിനെന്താ, അതെടുത്തോളൂ എന്ന് പറഞ്ഞ ആ മൂലയില് ഒരു പൊട്ടിയ ഒരു കലം ഇരിപ്പുണ്ട്, അതിന്റെ അകത്തുണ്ട്, എടുത്തോളൂ പറഞ്ഞു. അപ്പൊ അങ്ങനെ അയാള് ഈ സ്റ്റോൺ എടുത്തു. അങ്ങനെ പോകണ വഴിയില് ആൾക്ക് തോന്നി, ഈ ഇത്രയും മൂല്യവത്തായിട്ടുള്ള ഈ ചിന്താമണി സ്റ്റോണ് ഇങ്ങനെ അലക്ഷ്യമായിട്ട് അല്ലെ, ശ്രദ്ധയില്ലാണ്ട് എങ്ങനെ ഇടുമ്പോ ഇതിനേക്കാളും വില പിടിച്ചത്, മൂല്യവത്തായത് അദ്ദേഹത്തിന്റെ കയ്യിൽ കാണും, എന്നാ എനിക്ക് അതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് തിരിച്ചു ചെല്ലാണ്. തിരികെ ചെന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ കയ്യില് ഇതിലും മൂല്യവത്തായതുണ്ടോ, ഉണ്ടെങ്കിൽ എനിക്ക് അത് തരൂ എന്ന് പറഞ്ഞു. ഉണ്ടല്ലോ, എന്റെ കയ്യിലുണ്ട്, വേണോ എന്ന് ചോദിച്ചു. വേണം. എന്നാ ഒരു കാര്യം ചെയ്യൂ, ഈ ചിന്താമണി ഉണ്ടല്ലോ സ്റ്റോണ്, അതാ യമുനാ നദിയിലെ നടുവിലേക്ക് എറിഞ്ഞിട്ട് വരൂ, അപ്പോഴ് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാള് ഈ യമുനാ നദിയിലേക്ക് എറിഞ്ഞു അത്. എന്നിട്ട് വന്നപ്പോ പറഞ്ഞു, കുളിച്ചു വരൂ എന്ന് പറഞ്ഞു. കുളിച്ചു വന്നു. എന്നിട്ട് എന്താ കൊടുത്തത്? ഹരേ കൃഷ്ണ മഹാമന്ത്രം നൽകി, ദീക്ഷ നൽകി. അങ്ങനെ ശുദ്ധ ഭക്തന്റെ സംഘത്താല് ആ ബ്രാഹ്മണനും ഭക്തനായി എന്നാണ്. അപ്പോ മനസ്സിനെ നിയന്ത്രിച്ചാല് ആത്മീയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനാവും. പിന്നെ ഭൗതിക ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല, അതൊക്കെ മാറിപ്പോകും എന്നാണ്. ഹരേ കൃഷ്ണ. ശുദ്ധമായ ഭക്തിപൂർവകമായ സേവനത്താൽ സംതൃപ്തനാണ്. ജ്ഞാനസാക്ഷാത്കാരം ഒരാളെ പൂർണ്ണതയിലെത്തിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്നത് പ്രഹ്ലാദനാണ്, അസുരക്കുട്ടിയാണ്. കൂടെ ഉള്ളവരും അസുരക്കുട്ടികൾ തന്നെയാണ്. അവർക്കൊക്കെ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ നാമം ജപിക്കണം എന്നൊക്കെ പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുക. അവരും അതുപോലെ ഭക്തരായി, നാരായണ ഭക്തരായി. കഥ ഞാൻ പുറകെ പറഞ്ഞു തരാം. അധ കൃഷ്ണനാമാദീന ഭവേദ്ഗ്രാഹ്യമിന്ദ്രിയൈ സേവോന്മുഖേ ഹി ജിഹ്വാദോ സ്വയമേവ സ്ഫുരത്യതാ. ഭൗതിക മാലിന്യം പൂണ്ട ഇന്ദ്രിയങ്ങളാൽ ശ്രീകൃഷ്ണന്റെ നാമം, രൂപം, ഗുണം, ലീല എന്നിവകളുടെ സ്വഭാവം ആർക്കും ഗ്രഹിക്കാനാവില്ല. ഭഗവത് സേവനം കൊണ്ട് പരിപൂരിതനാകുമ്പോൾ മാത്രമേ ഒരാൾക്ക് കൃഷ്ണന്റെ അതീന്ദ്രിയ ലീലകളെയും
നാമം, രൂപം, ഗുണം ഇത്യാദികളെയും അറിയാൻ കഴിയൂ. ഭക്തി രസാമൃത സിന്ധു, രൂപ ഗോസ്വാമി രചിച്ച ആ ഭക്തി രസാമൃത സിന്ധുവിൽ എന്താ പറയണത്? നമ്മുടെ ഉള്ളിലൊക്കെ വാസനാ മാലിന്യങ്ങളാണ്. ഭൗതിക മാലിന്യം ഇന്ദ്രിയങ്ങളിൽ, അങ്ങനെ ഉള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാന്റെ നാമം, രൂപം, ഗുണം, ലീല ഇവകളുടെയൊക്കെ സ്വഭാവം നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഭഗവത് സേവനം കൊണ്ട് അതിനെയൊക്കെ മാറ്റണം. ആ മാലിന്യങ്ങളൊക്കെ നീങ്ങി, വാസന മാലിന്യങ്ങളൊക്കെ നീങ്ങി നമ്മള് പരിശുദ്ധരാവണം. പരിപൂരിതരാവുമ്പോ മാത്രമാണ് ഒരാൾക്ക് കൃഷ്ണന്റെ അതീന്ദ്രിയ ലീലകള്, നാമം, രൂപം, ഗുണം ഇത്യാദികളെയൊക്കെ ശരിക്ക് ഗ്രഹിക്കാൻ കഴിയുള്ളൂ എന്നാണ്. ഹരേ കൃഷ്ണ. 16ാമത്തെ ശ്ലോകം. നാത്യസ്നസ്തു യോഗോസ്തി ന ജൈകാന്തമനശ്നത ന ജാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. അർജുന, വളരെ കുറച്ചു മാത്രം ഭക്ഷിക്കുന്നവർക്കും ഏറെ ഭക്ഷിക്കുന്നവർക്കും ഉറക്കമില്ലാത്തവർക്കും വേണ്ടതിലേറെ ഉറങ്ങുന്നവർക്കും യോഗിയാവാൻ കഴിയില്ല. എല്ലാത്തിലും മിതത്വം വേണം, അല്ലെ? അങ്ങനെയുള്ളവർക്കാണ് യോഗിയാവാൻ പറ്റുക. അപ്പൊ ഒന്നും കഴിക്കാണ്ടിരിക്കണോ? അല്ലെ? ശരീരത്തിനെ ക്ലേശിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലഘുവായിട്ട് സാത്വിക ആഹാരം കഴിക്കാവുന്നതാണ്. മിതമായിട്ട് കൃഷ്ണന് നിവേദിച്ചിട്ട് വേണം നമ്മൾ ആഹാരം കഴിക്കാൻ, അല്ലെങ്കിൽ പാപമാണ്. ഒരു ദിവസം 6 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതി. കുട്ടികളൊക്കെ 8 മണിക്കൂർ ഉറങ്ങുക, അല്ലാതെ ഒരുപാട് ഉറങ്ങേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ഇവിടെ നോക്കൂ, രണ്ടുപേരെ ഒരുപാട് ആഹാരം കഴിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും, അല്ലെ? എന്നാൽ സാത്വിക ആഹാരം കഴിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. 17. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ആഹാരം, നിദ്ര, വിഹാരം, പ്രവൃത്തി എന്നിവയിൽ നിയന്ത്രണം പാലിക്കുന്നവന് യോഗ പരിശീലനം കൊണ്ട് സർവ ദുഃഖങ്ങളും അകറ്റാൻ കഴിയും. അപ്പൊ എന്തൊക്കെ ചെയ്യണം? ശ്രദ്ധിക്കണം. നമ്മള് ആഹാരത്തിൽ നിയന്ത്രണം വേണം, മിതത്വം വേണം, അല്ലെ? നിദ്ര, വിഹാരം, പ്രവൃത്തി, അല്ലെ? നമ്മുടെ വ്യവഹാരങ്ങള് എല്ലാത്തിലും ഒരു കൺട്രോള് വേണം. തോന്നും പോലെ ചെയ്യരുത്, അല്ലെ? ഒക്കെ ഒരു നിയന്ത്രണ, ഒരു മിതമായ തോതില്. അങ്ങനെ ചെയ്തു വരുന്ന ആൾക്കാണ് യോഗ പരിശീലനം ചെയ്യാനും അങ്ങനെ സർവ്വ ദുഃഖങ്ങളും ഒക്കെ മാറാനും സാധിക്കുള്ളൂ എന്നാണ്. ഇപ്പോ ജീവിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷിക്കുക, അല്ലാതെ ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കരുത് എന്ന് പറയും. കൃഷ്ണപ്രസാദം അത് മാത്രമാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത്. വാക്കില്, കർമ്മത്തില്, ഉറക്കത്തില്, ഉണർന്നിരിക്കല്, ശാരീരികമായിട്ടുള്ള ഏത് പ്രവർത്തനത്തിലും നിയന്ത്രണം പാലിച്ചാൽ പിന്നെ ഭൗതിക ദുഃഖങ്ങള് ഉണ്ടാവില്ല. തപോനിഷ്ഠ എന്നൊക്കെ പറയും, തപശ്ചര്യ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോ ഇസ്കോണില് എന്താണ് നമ്മളോട് ആത്മീയ ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്? ചാൻഡിങ്, അല്ലെ? ചാൻഡിങ്, ഡാൻസിങ്, ഫീസ്റ്റിംഗ്. പ്രഭുപാദ് പറഞ്ഞു ഭക്തസംഘത്തില് അത്രയും ആനന്ദാണ്, അല്ലെ? ആദ്യം നാമം, രൂപം, ഗുണങ്ങൾ, ലീലകള് ഇതൊക്കെ ഓർക്കുക ഭഗവാന്റെ. മതി. ഹരേ കൃഷ്ണ. ആ അങ്ങനെ ചെയ്യണം. ഹരേ കൃഷ്ണ. 30ാമത്തെ ശ്ലോകം. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചമേ ന പ്രണശ്യതി. എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിൽ അടങ്ങുന്നതായും കാണുന്നവന് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, എനിക്ക് അവനും നഷ്ടമാവില്ല. എല്ലാം എവിടെയും ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്, അല്ലെ? അത് മനസ്സിലാക്കണം. യഥാർത്ഥ യോഗ പദ്ധതിയാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ യോഗ ആൻഡ് ഭോഗ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാ, യോഗ എന്ന് പറഞ്ഞാൽ പുട്ടിങ് ഗോഡ് ഇൻ ഓൾ കർമ്മ. ഏത് പ്രവൃത്തിയിലും ഭഗവാനെ സെന്റർ പോയിന്റിൽ വെക്കുക. എന്നാ ഭോഗ എന്ന് പറഞ്ഞാലോ അത് സെൽഫ് എൻജോയ്മെന്റ്, അതാണ്, അല്ലെ? അതാണ് ഭോഗ യോഗ തമ്മിൽ വ്യത്യാസം. യഥാർത്ഥ ഭക്തന്റെ കണ്ണിൽ നിന്ന് ഭഗവാൻ കൃഷ്ണൻ ഒരിക്കലും മാറില്ല. എപ്പോഴും ഓർമ്മ ഉണ്ടാവും, സ്മരണ ഉണ്ടാവും ഭഗവാന്റെ. പരമാത്മ സ്വരൂപേണ ആ ഭഗവാനെ ഹൃദയത്തിൽ ദർശിക്കുന്ന യോഗിക്ക് ഈ അവസ്ഥ തന്നെയാണ്. ഭക്ത്യാമാം അഭിജാനാതി എന്നാ ഭഗവാൻ പറഞ്ഞിരിക്കണേ. ഭക്തിയിലൂടെ മാത്രമാണ് എന്നെ അറിയാൻ സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു തന്നു. ഇവിടുത്തെ കഥ നമുക്ക് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, അല്ലെ? നരസിംഹ ഭഗവാന്റെ കഥയാണ്. പ്രഹ്ലാദൻ
നരസിംഹ ഭഗവാൻ ഹിരണ്യകശിപുവിനെ വധിക്കുന്ന കഥ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇപ്പോ ഹിരണ്യകശിപു അല്ലെ, അസുരൻ, ഉഗ്രനായിട്ടുള്ള അസുരനാണ്, വലിയ ശക്തികളൊക്കെയാണ് അല്ലെ. അപ്പോ എങ്ങനെയാണ് ഏറ്റവും പ്രിയപുത്രനായിട്ടുള്ള പ്രഹ്ലാദനില് ഇത്ര ദ്വേഷം ഉണ്ടായത് അദ്ദേഹത്തിന്? അസുരമധ്യത്തിൽ വസിച്ചിട്ടും പ്രഹ്ലാദന് ഈ ദിവ്യ പ്രേമം ഭഗവാനിൽ എങ്ങനെയാണ് ഉണ്ടായത്? അപ്പൊ അതൊക്കെ നമുക്ക് നാരദൻ വിവരിച്ചു തന്നിട്ടുണ്ട് ശ്രീമദ് ഭാഗവതത്തില്. തന്റെ സഹോദരനായിട്ടുള്ള ഹിരണ്യാക്ഷനെ ഭഗവാൻ വധിക്കുന്നുണ്ട്. അപ്പോഴ് ഹിരണ്യകശിപു ക്രുദ്ധനായി, എന്റെ സഹോദരനെ വധിച്ച ആ വിഷ്ണുവിന്റെ മാറ് കുത്തി പിളർന്നിട്ട് ആ രക്തം കൊണ്ട് എന്റെ സഹോദരന് തർപ്പണം ചെയ്യും എന്ന് അങ്ങനെ കിങ്കരന്മാരോടൊക്കെ പറഞ്ഞു. ദേവന്മാരെ മുഴുവൻ നശിപ്പിക്കണം. അസുരന്മാര് സ്വതവേ അതിക്രൂരന്മാരാ. ഈ കൽപ്പനയും കൂടി കേട്ടപ്പോഴോ മതാന്തരായി. ദേവന്മാരോട് ഉപദ്രവത്തോട് ഉപദ്രവം. അവരൊക്കെ ഭയപ്പെട്ടിട്ട് സ്വർഗം വിട്ടു ഓടി. അങ്ങനെ ഹിരണ്യകശിപു ഘോരമായിട്ടുള്ള തപസ്സിന് തുടങ്ങി. തപസ് അങ്ങനെ ദേവന്മാരൊക്കെ ഭയപ്പെട്ടിട്ട് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ഹിരണ്യകശിപുവിന്റെ സങ്കല്പം എന്താണ്? എല്ലാ ദേവന്മാരെയും നശിപ്പിക്കുക. പിന്നെ തങ്ങളുടെ സങ്കടവും പറഞ്ഞു. എന്താ, ഞങ്ങൾക്കൊന്നും ഇപ്പോ ഇരിക്കാൻ പറ്റണില്ല, എല്ലാ അസുരന്മാരും കൂടെ ഞങ്ങളെ ഉപദ്രവിക്കുകയാണ്. അങ്ങനെ ബ്രഹ്മാവ് ഭൃഗു ആദിയായ മുനിമാരുടെ ഒപ്പം ഹിരണ്യകശിപുവിന്റെ സമീപത്തേക്ക് വരികയാണ്. അവിടെ നോക്കുമ്പോ എന്താണ്, പിപീലികാദികളാലൊക്കെ ഭക്ഷിക്കപ്പെട്ട മാംസത്തോട് കൂടിയിട്ടാണ് ഹിരണ്യകശിപു ഇരിക്കണത്. എത്രയോ 10,000 വർഷങ്ങളായി തപസ്യ. അങ്ങനെ ചിതലുറുമ്പുകളൊക്കെ ഈ ശരീരത്തിലെ മാംസം പോലും കാർന്ന് തിന്നു കഴിഞ്ഞു. അങ്ങനെയുള്ള ഹിരണ്യകശിപുവിനെ വാൽമീക തൃണാദികളാലെ മറയ്ക്കപ്പെട്ടിട്ട് അല്ലെ, ഓരോ വേരുകള് മണ്ണ് ഒക്കെ കൊണ്ടിട്ട് ശരീരമൊക്കെ മറയ്ക്കപ്പെട്ട നിലയില് ബ്രഹ്മാവ് അങ്ങോട്ട് ആശ്ചര്യപ്പെട്ടു. പറഞ്ഞു, ഹേ കശ്യപപുത്ര, അങ്ങയുടെ അങ്ങ് തപസിദ്ധനായി തീർന്നിട്ടുണ്ട്, എഴുന്നേറ്റോളൂ എന്ന് പറയാണ്. മതി തപസ് ചെയ്തത് എന്ന്. അപ്പോ സർവ അഭീഷ്ടങ്ങളും ഞാൻ പ്രദാനം ചെയ്യാം എന്ന് പറയാണ് ബ്രഹ്മാവ്. അപ്പോ അത് പറഞ്ഞ് കമണ്ഡലു ജലം കൊണ്ട് പ്രോക്ഷിച്ചു. ഉടനെ തന്നെ ഹിരണ്യകശിപു എഴുന്നേറ്റു. വജ്രം പോലെ ബലവാനായിട്ടാണ് എഴുന്നേൽക്കുന്നത്. ദിവ്യ തേജസ്സോടെ ആ പുറ്റിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ബ്രഹ്മാവിനെ വന്ദിച്ചു സ്തുതിച്ചു, വരം ചോദിച്ചു. അവിടെ എന്താ വരം വേണ്ടേ? അവിടുത്തെ സൃഷ്ടികളിൽ നിന്നൊന്നും എനിക്ക് മൃത്യു വരരുത്. പിന്നെയോ, അകത്ത് വെച്ചിട്ടോ പുറത്ത് വെച്ചോ, പകലോ രാത്രിയോ, ഭൂമിയിലോ ആകാശത്തോ, അതുപോലെ മനുഷ്യരാലോ മൃഗങ്ങളാലോ പിന്നെ ആയുധം കൊണ്ടോ ഒന്നും എനിക്ക് മരണം ഒരു തരത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ അതാണ് വരം വേണ്ടത്. ഇപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, ഈ വരങ്ങളൊക്കെ ദുർലഭങ്ങളാണ്, എന്നാലും ഞാൻ പ്രസന്നനായി തരാം എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ തരുണു എന്ന് പറഞ്ഞിട്ട് അന്തർധാനം ചെയ്തു അല്ലേ. തഥാസ്തു പറഞ്ഞിട്ട് പോയി. അസുരൻ വരബലത്താലെ മത്തനായി. ഭഗവാനിലും ഭക്തരിലും ഒക്കെ വൈരം വർദ്ധിച്ചു. ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ കൂടുതലായി. ഇന്ദ്രാദി ദേവന്മാരും ഋഷിമാരും ഒക്കെ ഇവനെ വേണം സ്തുതിക്കാൻ. യജ്ഞങ്ങളൊക്കെ ഇവനെ ഉദ്ദേശിച്ച് നടത്തണം. അങ്ങനെ ഗത്യന്തരമില്ലാണ്ട് ദേവന്മാരൊക്കെ ഭഗവാൻ കൃഷ്ണനെ ശരണം പ്രാപിച്ചു അല്ലെ, വിഷ്ണുവിനെ. അങ്ങനെ തന്നെ ആശ്രയിക്കുന്നവരെ ഭഗവാൻ കൈവെടിയില്ല, സമയാവുമ്പോ ചെയ്യാം എന്ന്. അങ്ങനെ ഹിരണ്യകശിപുവിന് 4 പുത്രന്മാരുണ്ടായി. അതിൽ പ്രഹ്ലാദൻ മഹാനായിരുന്നു, സുശീലനായിരുന്നു, സത്യനിഷ്ഠനും ജിതേന്ദ്രിയനും പരമഭാഗവതനാണ് ഭക്തനാ. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സ് ഭഗവാനിൽ രമിച്ചു. പ്രഹ്ലാദന്റെ ഭഗവത് പ്രേമം ഹിരണ്യകശിപുവിന്റെ ദ്വേഷത്തിന് കാരണമായി. ഗുരുകുലത്തിലേക്ക് അയച്ചു. പ്രഹ്ലാദൻ കുറച്ചു കഴിഞ്ഞ് ചോദിച്ചു പിതാവ്, എന്താ നീ പഠിച്ചത് എന്ന് ചോദിച്ചപ്പോ പറയാ, അച്ഛനെ വന്ദിച്ചിട്ട് പറയാണ്, ഭഗവാന്റെ ലീലകൾ ശ്രവിക്കുക, അവിടുത്തെ തിരുനാമങ്ങൾ ഉച്ചരിക്കുക, അവിടുത്തെ ദിവ്യമംഗള രൂപം ഉണ്ടല്ലോ അതിങ്ങനെ എപ്പോഴും സ്മരിക്കുക, ദാസഭാവത്തില് ഭഗവാനെ ഉപചരിക്കുക, മനസ്സുകൊണ്ടും പുഷ്പങ്ങൾ കൊണ്ടും ആരാധിക്കുക, ശ്രീപാദങ്ങളില് നമസ്കരിക്കുക, വന്ദിക്കുക, സർവകർമ്മങ്ങളും ഭഗവാനായിക്കൊണ്ട് അർപ്പിക്കുക. അങ്ങനെ സഖാവിനെ പോലെ ഭഗവാനെ വിശ്വസിക്കുക, ആ ചിദാനന്ദമൂർത്തിയിലെ ആത്മസമർപ്പണം ചെയ്യുക.
ഇപ്രകാരം 9 തരത്തിലുള്ള സാധനാഭക്തി കൊണ്ട് ആ ഭഗവാനില് ദിവ്യ പ്രേമം സമ്പാദിക്കുക. എന്താണ് 9 തരം സാധനാഭക്തി? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന് പ്രഹ്ലാദൻ പറയാണ്. അപ്പോ ഭഗവാന്റെ ആ ദിവ്യ പ്രേമം സമ്പാദിക്കുക എന്നുള്ളതാണ് സർവശ്രേഷ്ഠം. ഇതാ കേട്ടില്ലേ ക്രുദ്ധനായിട്ടുള്ള ഹിരണ്യകശിപു ഗുരുക്കന്മാരെയൊക്കെ വിളിച്ചു. നിങ്ങൾ ഇതാണോ എന്റെ മകനെ പഠിപ്പിച്ചത്? അല്ല, ഞങ്ങൾ പഠിപ്പിച്ചിട്ടല്ല ഈ കുട്ടി ഇത് പറയണേ എന്ന് പറഞ്ഞു. എന്നാ ഉടൻ ഇവനെ നിഗ്രഹിക്കണം. ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ ഒരവയവം ദുഷിച്ചാല് അത് ഛേദിച്ച് കളയല്ലേ ചെയ്യേണ്ടത്. അപ്പൊ ഇവനെ നിഗ്രഹിക്കണം ഉടനെ എന്ന്. അസുരന്മാര് കേട്ടു. ശൂലം കൊണ്ട് കുത്തി, വിഷം കൊടുത്തു, ആനകളെ കൊണ്ട് ചവിട്ടിച്ചു, ഘോര സർപ്പങ്ങളെ കൊണ്ട് കടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പല വിധത്തില് നിഗ്രഹിക്കാൻ നോക്കി. പക്ഷേ പ്രഹ്ലാദന് ഒരു ഭയവും ഇല്ല. എന്താ കാരണം? ഭഗവാന്റെ കരങ്ങളാലെ നിരന്തരം സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പൊ അസുരന്മാരുടെ പ്രവൃത്തിയൊക്കെ നിഷ്ഫലായി. അങ്ങനെ പ്രഹ്ലാദൻ കൂടെയുള്ള അസുര കുട്ടികളെയും ഉപദേശിക്കും. അനന്ത ജന്മ സുഹൃത പരിഭാഗം കൊണ്ടാണ് നമുക്കിപ്പൊ ഈ മനുഷ്യ ജന്മം സിദ്ധിച്ചത്. ഭാഗവത ധർമ്മം അനുസരിച്ച് ഭഗവത് പ്രേമം സമ്പാദിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഭോഗങ്ങള് സുഖങ്ങളൊക്കെ നരകത്തിൽ പോലും ലഭിച്ചേക്കാം. അപ്പൊ ഭഗവത് പാദങ്ങളെ ആശ്രയിച്ചിട്ട് നിത്യാനന്ദത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു. ഭഗവാൻ പ്രസാദിച്ചാല് പിന്നെ നമുക്ക് എല്ലാം ലഭിക്കും. ആ കൃപാസാഗരനിലെ ആത്മസമർപ്പണം ചെയ്യുക, അതാണ് സർവപ്രധാനം. അങ്ങനെ ഇതൊക്കെ നാരദൻ കരുണ കൊണ്ട് എനിക്ക് പറഞ്ഞു തന്നതാണ് എന്ന് പറയാണ്. അസുരകുട്ടികൾ ചോദിക്കുക, നിനക്ക് എങ്ങനെയാ ഇത്ര വലിയ കാര്യങ്ങളൊക്കെ അറിയണേന്ന് ചോദിച്ചതാ. അപ്പൊ പറഞ്ഞു നാരദര് അപ്പൊ എങ്ങനെയാ നാരദനെ നീ കണ്ടുമുട്ടിയത് ചോദിക്കുമ്പോ പറയും, അത് എന്റെ അമ്മയുടെ കയാതു, എന്റെ അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോഴാണ് ഞാനിതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെങ്ങനെയാ? ഹിരണ്യകശിപു മന്ദരാചലത്തിലേക്ക് തപസ്സിന് പോയ സമയം ഇന്ദ്രൻ ഈ കയാധുവിനെ പിടിച്ചുകൊണ്ട് ബലാത്കാരേണ പോവാണ്. അങ്ങനെ കരച്ചിൽ കേട്ട നാരദ മഹർഷി വന്നു പറഞ്ഞു, ഇവളുടെ ഉദരത്തില് ഹിരണ്യകശിപുവിന്റെ ശിശുവുണ്ട്. പ്രസവാനന്തരം ഈ കുഞ്ഞിനെ വധിക്കും ഞാൻ. ഇന്ദ്രൻ പറയാ, എന്നിട്ട് ഞാൻ ഇവളെ വിടും. അതിനാന്ന് നാരദൻ പറഞ്ഞു, അങ്ങേക്കെന്നല്ല ഈ ലോകത്ത് ഒരാൾക്കും ഈ ശിശുവിനെ വധിക്കാൻ സാധിക്കില്ല. സാക്ഷാൽ ഹരിയുടെ ദാസനാണ് ഈ ഗർഭത്തിലുള്ളത് എന്ന്. ഇത് കേട്ടിട്ട് ഇന്ദ്രൻ മാതാവിനെ അവിടെ വിട്ട് പോയി. നാരദൻ അവരെ തന്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ മുനിയെ സേവിച്ചിട്ട് ആ കയാധു അവിടെ കഴിച്ചുകൂട്ടി. അപാര കരുണയുള്ള ആ ശ്രീനാരദ മുനി ആത്മതത്വവും ഭക്തി മഹിമയും ഒക്കെ അമ്മയ്ക്ക് ഉപദേശിച്ചു. അമ്മ ചിലപ്പോൾ അതൊക്കെ മറന്നുപോവും. ഗർഭസ്ഥനായ എനിക്ക് അതിന്റെ സ്മൃതി സുസ്പഷ്ടമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് എന്ന്. അങ്ങനെ കുട്ടികളൊക്കെ പ്രഹ്ലാദ ഉപദേശത്തെ ഭക്തിപൂർവം സ്വീകരിച്ചു. അവരെല്ലാം ഭക്തന്മാരായി. ഇതറിഞ്ഞ അത്യധികം ക്രുദ്ധനായിട്ടുള്ള ഹിരണ്യകശിപു പറഞ്ഞു, ഹേ കുലനാശകനെ, നിന്നെ ഇപ്പോൾ തന്നെ ശൂലം കൊണ്ട് കുത്തിയിട്ട് യമലോകത്തേക്ക് അയക്കുന്നുണ്ട്. ഈ ലോകങ്ങളും ലോകപാലന്മാരും ഒക്കെ എന്നെ കണ്ട് ഭയപ്പെട്ട് കിടകിടെ വിറയ്ക്കാണ്. നീയോ എന്റെ കൽപ്പന ധിക്കരിക്കുകയാണ് അല്ലെ? എന്നിൽ നിന്ന് അന്യനായിട്ട് ഇവിടെ ഒരു ജഗദീശ്വരനുണ്ടോ? ഉണ്ടെങ്കിൽ അത് എവിടെ? ഈ സ്തംഭത്തിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഹിരണ്യകശിപു എന്നിട്ട് മുഷ്ടി കൊണ്ട് ആ സ്തംഭത്തിൽ ഇടിക്കും. പെട്ടെന്ന് ബ്രഹ്മാണ്ട കടാഹം ഭേദിക്കുമാറ് ഘോര ശബ്ദം ഉത്ഭവിച്ചു. അത്യത്ഭുതകരമായിട്ടുള്ള നരസിംഹരൂപം അവിടെ പ്രകടായി. ഭയങ്കര ദംഷ്ട്രകളും വാളുപോലെ ഉഗ്രമായിട്ടുള്ള നാവും പർവ്വത ഗുഹ പോലെ പിളർന്ന വായും ആകാശം വ്യാപിച്ച ശരീരവും അനേക കൈകള് ഘോര നഖങ്ങള് ഒക്കെയുള്ള ആ നരസിംഹമൂർത്തിയുടെ രൂപം. ഹരേ കൃഷ്ണ. ഇപ്പൊ വാളെടുത്തിട്ട് തന്റെ നേരെ വരണ ആ ഹിരണ്യകശിപുവിനെ പിടിച്ച് തൊടയിൽ കിടത്തി. വജ്രായുധം കൊണ്ട് പോലും മുറിയപ്പെടാത്ത അവന്റെ ആ വക്ഷസ്സുണ്ടല്ലോ, അത് നഖങ്ങളാലെ പിളർന്നു. അങ്ങനെ ചുടുചുടെ പുറത്തു വരുന്ന ആ ചോര കുടിക്കും. കൊടൽമാല ചൂടുക, ഘോര അട്ടഹാസം മുഴക്കുക. ലോകമെല്ലാം കിടുകിടെ വിറച്ചു.
അപ്പോ പ്രഹ്ലാദനോ ഒരു ഭയമില്ല അല്ലേ? ചെന്ന് ആ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ആ മഹാഭക്തനെ ഭഗവാൻ വാരിയെടുത്ത് മാറോടണച്ചു. ഹരേ കൃഷ്ണ. കൃഷ്ണാവബോധം ഉദിച്ച ഒരു വ്യക്തി ഭഗവാനെ എവിടെയും ദർശിക്കുന്നു, എല്ലാം കൃഷ്ണനിൽ അധിവസിക്കുന്നു എന്ന് കാണുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തി ഭൗതിക പ്രകൃതിയുടെ ആവിഷ്കാരങ്ങളെയെല്ലാം കൃഷ്ണശക്തിയുടേതാണെന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ അവ ഓരോന്നും കാണുമ്പോഴും അയാൾ കൃഷ്ണനെ കുറിച്ച് ബോധവാനാണ്. കൃഷ്ണനെ കൂടാതെ ഒന്നിനും നിലനിൽക്കാനാവില്ല. കൃഷ്ണനാണ് എല്ലാറ്റിൻ്റെയും നാഥൻ. ഇതാണ് കൃഷ്ണാവബോധത്തിന്റെ മൗലിക സിദ്ധാന്തം. അപ്പൊ ഭഗവാനില്ലാതെ ഒന്നിനും നിലനിൽപ്പില്ല. ഭഗവാനാണ് എല്ലാത്തിൻ്റെയും നാഥൻ. ഇതാണ് കൃഷ്ണാവബോധം എന്നുള്ളതിന്റെ മൗലികമായിട്ടുള്ള സിദ്ധാന്തം. ഓരോന്നും കാണുമ്പോഴും കൃഷ്ണനെ കുറിച്ച് ബോധവാനായിരിക്കും ഒരു ഭക്തൻ. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സന്തസദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരമചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഭക്തന്റെ പ്രേമാഞ്ജനം എഴുതിയ കണ്ണുകൾക്ക് എപ്പോഴും ദൃശ്യനായിട്ടുള്ള ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ഭക്തഹൃദയത്തിലത്രേ തന്റെ ശാശ്വതമായ ശ്യാമസുന്ദര രൂപത്തിൽ അവിടുന്ന് വാഴുന്നത്. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന, പ്രേമഭക്തിയാകുന്ന ആ കൺമഷി അഞ്ജനം കണ്ണിലെഴുതിയിട്ട് നോക്കണം. അപ്പോഴാണ് ആ ഭഗവാന്റെ മഹിമ ഒരു ഭക്തന് കണ്ടെത്താൻ സാധിക്കുന്നത്. പ്രേമഭക്തിയോടെ അല്ലെ എല്ലായിടത്തും ഭഗവാനെ ദർശിക്കാൻ സാധിക്കും. ആ ശ്യാമ സുന്ദര രൂപത്തില് ഭക്തന്റെ ഉള്ളില് ഇങ്ങനെ കാണാൻ സാധിക്കുകയാണ് അല്ലെ. സ്ഥിരമായിട്ട് അവിടെയാണ്, ഒരു ഭക്തന്റെ ഹൃദയത്തിലാണ് ഭഗവാന്റെ വാസം എന്നാണ്. പ്രേമഭക്തിയോടുകൂടി നമ്മൾ ഭഗവാനെ നോക്കണം. 34-ാമത്തെ ശ്ലോകം. ചഞ്ചലം ഹിമന കൃഷ്ണ പ്രമാധിബലഭദ്രുഡം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ചഞ്ചലമാണ് മനസ്സ് എപ്പോഴും അല്ലെ. മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതും ബലമേറിയതുമാണ്. കൃഷ്ണ, അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. മനസ്സ് ഒരു കുരങ്ങന്റെ പോലെ അത് അവിടെ കാണിച്ചേക്കണു അല്ലെ. ചാടിക്കൊണ്ടിരിക്കും, അടക്കല്ല. അപ്പോ മനസ്സ് പ്രക്ഷുബ്ധായിരിക്കും, എപ്പോഴും വഴങ്ങില്ല അല്ലെ. ബലമേറിയതാ, ഒന്നുകൊണ്ടും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല, വിഷമാണ്. അപ്പോ കാറ്റിനെ വേണമെങ്കിൽ നമുക്ക് പിടിച്ചു നിർത്താം, എന്നാ പോലും മനസ്സിനെ പിടിച്ചു നിർത്താൻ അതിനേക്കാളൊക്കെ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് അർജുനൻ പറഞ്ഞപ്പോഴ് ഭഗവാൻ എന്താണ് അതിന് മറുപടി പറയണേന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഏകാഗ്രതയുള്ള ആ ഒരു ഇതാണ് അല്ലെ, അർജുനന്റെ ഏകാഗ്രതയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മുകളില് പക്ഷിയെ വെടിവെക്കുന്ന അമ്പെയ്യുന്നത്, താഴെ വെള്ളത്തിലെ ഛായ നോക്കിയിട്ട് അല്ലെ. ഇത് യക്ഷപ്രശ്നത്തിന്റെ ഒരു കഥയാണ്. സമയമുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. 35-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ആ ചോദിച്ചതിന് മറുപടി പറയാണ്. ശ്രീ ഭഗവാനുവാച അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ. ശ്രീ ഭഗവാൻ പറഞ്ഞു, മഹാബാഹുവായ കുന്തിപുത്ര, അസ്ഥിരമായ മനസ്സിനെ അടക്കുക എന്നത് തീർച്ചയായും ദുഷ്കരമാണ്. എന്നാൽ യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് സാധിക്കാവുന്നതാണ്. ഇപ്പൊ ചഞ്ചലം ഹി മനകൃഷ്ണ പറഞ്ഞു, പ്രമാധി ബലഭദ്രഡം, ബലവത്തായിട്ടുള്ള ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് കൃഷ്ണ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ അതിന് ഒരു മരുന്ന് പറഞ്ഞു കൊടുക്കുക. മഹാബാഹുവായ കുന്തിപുത്ര, അസ്ഥിരാണ് മനസ്സ്, അതിനെ കീഴടക്കുക തീർച്ചയായും ദുഷ്കരം തന്നെയാണ്. എന്നാലോ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് നമുക്ക് സാധിക്കാവുന്നതേ ഉള്ളൂ എന്ന്. അപ്പൊ യുക്തമായ പരിശീലനം വേണം അല്ലെ. തപശ്ചര്യയോടെ നൈരന്തര്യത്തില് അങ്ങനെ ശീലിച്ചു വരണം. അപ്പോഴേ നമുക്ക് മനസ്സിനെ കീഴടക്കാം, നിസ്സംഗനാവുക എന്ന് വെച്ചാ ഇന്നലെ പറഞ്ഞു അല്ലെ, ദുഃഖം വരുമ്പോ അങ്ങനെ തകർന്നു പോവുക, സന്തോഷം വരുമ്പോ തുള്ളിച്ചാടുക, അങ്ങനെയൊന്നുമല്ല. നിസ്സംഗരായിട്ട് എല്ലാം ദ്വന്ദ്ങ്ങളെയൊക്കെ സമഭാവനയോടെ അങ്ങനെ വരുമ്പോ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവില്ല.
അങ്ങനെ മനസ്സിനെ അടക്കാൻ നമുക്ക് സാധിക്കും പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും എന്ന് ഭഗവാൻ പറഞ്ഞു. അർജുനൻ കരുതുന്നു അല്ലെ, ക്ഷത്രിയ കുലത്തിൽ ജനിച്ച എനിക്ക് ഈ യോഗചര്യൊക്കെ സാധ്യാവോ എന്ന്. ഇപ്പൊ കുരുക്ഷേത്ര ഭൂമിയിലെത്തിയത് എന്തിനാ? യുദ്ധത്തിനാണ് അല്ലെ. വന്നു കഴിഞ്ഞപ്പോഴാണ് അർജുനന് യുദ്ധം വേണ്ട എന്ന് തോന്നിയത് അല്ലെ. കുരങ്ങിനെ പോലെയാണ് മനസ്സ്, ഒരു ചാടിയിട്ടല്ലേ. അപ്പൊ മനസ്സുകളുടെ സമ്പർക്കത്താലെയാണ് ജീവൻ ഈ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. മനസ്സിന് വഴി കാട്ടേണ്ടത് ബുദ്ധിയാണ്. എന്നാല് തന്റെ വാശിയും ബലവും കൊണ്ട് പലപ്പോഴും മനസ്സ് ബുദ്ധിയെ കീഴടക്കാറാണ് പതിവ്. അപ്പൊ നമ്മള് ഇതിന് എന്താ ഒരു മാർഗം ഉള്ളത്? ഏറ്റവും വിനയത്തോടെ അല്ലെ, കോൺസ്റ്റന്റ്ലി ചാൻറ്റ് ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലെ ജപിക്കുക. അതാണ് മനോനിയന്ത്രണത്തിനുള്ള എളുപ്പമാർഗം. പ്രക്ഷുബ്ധമായ മനസ്സൊക്കെ അടങ്ങും. അപ്പോ കാറ്റ് തട്ടാത്ത ഇടത്ത് ഉള്ള ദീപനാളം പോലെ ആവും മനസ്സപ്പോഴ്. എന്താ ചെയ്യണ്ടേ? മഹാമന്ത്രം ജപിക്കുക. കോൺസ്റ്റന്റ്ലി ചാൻറ്റ് ഹരേ കൃഷ്ണ. ഭഗവാനിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് മനസ്സ് ഭഗവാനിൽ വെച്ചുകൊണ്ട് മന്ത്രം ജപിക്കുക. 47 47 അല്ല 41. അപ്പൊ പുതിയൊരു കാര്യം പഠിച്ചെടുക്കാൻ പ്രയാസാണ്. പക്ഷെ പരിശീലനം കൊണ്ട് പുതിയതും പഠിച്ചെടുക്കാം അല്ലെ. മനസ്സിനെ നിയന്ത്രിക്കുക, എന്നാല് പരമാത്മാവില് മനസ്സുറപ്പിക്കുക എന്ന് തന്നെയാണ് ബ്രഹ്മചര്യവ്രതം, ഏകാന്തവാസം എന്നിവ. മാത്രല്ല കൃഷ്ണാവബോധം കൊണ്ട് തന്നെ ഈ നവധാ ഭക്തിയുടെ ഗുണങ്ങളും നമുക്ക് ലഭിക്കുമെന്നാണ്. അപ്പൊ കേവലം കഥാശ്രവണം കൊണ്ട് തന്നെ മനസ്സിലെ സംശയങ്ങളെല്ലാം നീങ്ങും എന്നാണ്. ഇപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രം ABCD ഫോർമുല നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ ആത്മീയ ആചാര്യൻ നമുക്ക് 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഏതാണ്? നോ മീറ്റ് ഈറ്റിംഗ്, നോ ഗാംബ്ലിംഗ്, നോ ഇൻടോക്സിക്കേഷൻ, നോ ഇല്ലിസിറ്റ് സെക്സ്. അപ്പൊ അതുപോലെ ദുർജന സംസർഗം ഒഴിവാക്കുക. അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിനെ ചഞ്ചലപ്പെടാതെ സമനിലയിൽ നിർത്താൻ, ഭഗവാനിൽ ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കും എന്നാണ്. 41 പ്രാപ്യ പുണ്യകൃതാം ലോകാനുഷിത്വാ ശാശ്വതീ സമ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായതേ. അങ്ങനെ യോഗത്തിൽ പരാജിതനാകുന്നയാൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകങ്ങളിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അസംഖ്യം സംവത്സരങ്ങൾ വാണതിനു ശേഷം നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കുന്നു. യോഗ ചെയ്യാൻ നമ്മൾ തുടങ്ങി. അങ്ങനെ നിരന്തരം പരിശീലനം കൊണ്ട് നമ്മൾ ഒട്ടൊക്കെ സാധിച്ചെടുത്തു. എന്നാലോ പരിപൂർണതയിൽ എത്താൻ നമുക്ക് സാധിച്ചില്ല. ഇടയ്ക്ക് വെച്ചിട്ട് എപ്പോഴൊക്കെയോ നമ്മൾ അത് വിട്ടുപോയി എന്ന് വെച്ചാൽ തന്നെയും പരാജിതനായി, പൂർണ്ണമായിട്ട് വിജയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും വിഷമിക്കേണ്ട. അടുത്ത ജന്മം നമ്മള് മരിച്ചു കഴിഞ്ഞാൽ പുണ്യം ചെയ്തവർക്കായിട്ടുള്ള ഉപരിലോകങ്ങളിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അസംഖ്യം വത്സരം നമുക്ക് ജീവിക്കാം. സ്വർഗം എന്നൊക്കെ നമ്മള് അല്ലെ കൺസെപ്റ്റ് ഉണ്ട്. അവിടെ വാണതിന് ശേഷം പിന്നെ പുനർജന്മം കിട്ടുക എവിടെയാ? നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ ഒക്കെ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കാം. അവിടെ പിറന്നാൽ എന്താ മെച്ചം? ജനിക്കുമ്പോ തന്നെ അല്ലെ, ആദ്യം ബാല്യത്തിൽ തന്നെ നമുക്ക് ഭക്തി ചെയ്യാനുള്ള അവസരം കിട്ടും. ഇപ്പൊ നമ്മൾ എന്താ റിട്ടയർമെന്റ് ഒക്കെ ആയിട്ടാ അല്ലെ, ഇത്രയും പ്രായമായിട്ടാ നമുക്ക് ഭക്തി ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങൾ കിട്ടിയത്. അങ്ങനെയുള്ള പുണ്യാത്മാക്കള് പകുതി വിജയം ഇപ്പൊ പകുതി ചെയ്തു അല്ലെ. ആത്മീയത അങ്ങനെയാണ്. ഈ ജന്മത്തിൽ എത്ര ചെയ്തുവോ അതിന്റെ തുടർച്ചയായിട്ട് അടുത്ത ജന്മങ്ങളിൽ നമുക്കത് ചെയ്ത് മുഴുമിപ്പിക്കാൻ സാധിക്കും. അപ്പൊ അതിനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടും. അത്തരം കുടുംബങ്ങളിൽ ജനിക്കാനുള്ള ചാൻസ് നമുക്ക് കിട്ടും. നാൽപ്പത്തേഴാമത്തെ ശ്ലോകം. യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്തതമോ മതാ. പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവം എന്റെ ദിവ്യ സേവനത്തിൽ ഇരിക്കുകയും ചെയ്യുന്നവനാണ്
എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമ യോഗിയും എന്നോട് ദൃഢതമമായി യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും. ഇതാണ് എൻ്റെ അഭിപ്രായം. ഭഗവാന്റെ വിലയേറിയ അഭിപ്രായം എന്താണ്? ഭഗവാൻ പറഞ്ഞു തന്നു. പൂർണ്ണ വിശ്വാസത്തോടെ വേണം അല്ലെ. ആദ്യം മുതലേ നമ്മൾ പറയുന്നുണ്ട് ഭഗവാന്റെ വാക്കുകളില് ശ്രദ്ധ ഉണ്ടാവണം, വിശ്വാസം. അപ്പൊ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുക, എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവം എൻ്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുന്നവരാണ് യോഗികളിൽ വെച്ച് അത്യുത്തമ യോഗിയാണ് അയാള്. അപ്പൊ നമ്മൾ ഒരു ഗൃഹസ്ഥരായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഈ നിഷ്ഠയൊക്കെ പാലിച്ചാൽ മതി. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാവുക, ഭഗവാനിൽ മനസ്സ് ഉറപ്പിക്കാൻ സാധിക്കുക, ഭഗവാനെ തന്നെ ധ്യാനിച്ച് പ്രേമഭക്തിയോട് കൂടിയിട്ട് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ സാധിക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരാള് എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമ യോഗിയുമാണ്. ഭഗവാനോട് ദൃഢതമമായി യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനുമാണ്. ഇതാണ് ഭഗവാന്റെ അഭിപ്രായം. ഇനി ഇതിലും കൂടുതൽ എന്താ ഭഗവാൻ പറഞ്ഞു തരേണ്ടത്? ഇപ്പോ കൃഷ്ണാവബോധത്തിന്റെ പരിപൂർണത, അതാണ് യോഗാനുഷ്ഠാനത്തിന്റെ ഉദ്ദേശം. ഈ യത്നത്തില് വിജയിക്കാത്തവർക്കും ഭഗവത് കരുണയാല് പിന്നീട് അവസരം ലഭിക്കും എന്ന് പറഞ്ഞു തന്നു. വൈഷ്ണവ കുടുംബങ്ങളിലൊക്കെ ജനിക്കുക, അങ്ങനെ പൂർവജന്മം ചെയ്ത ഭക്തി തുടർന്ന് ചെയ്യാൻ സാധിക്കുക അല്ലെ. ഈ ആധ്യാത്മികമായിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ടല്ലോ, അത് ഒരിക്കലും നഷ്ടപ്പെടില്ല അല്ലെ. ഇപ്പൊ ട്രിപ്പിൾ PhD എടുത്ത ഒരാളാണ് വിചാരിക്കുക, അദ്ദേഹം മരിച്ചു, അങ്ങനെ വീണ്ടും ജന്മം കിട്ടി, ജനിച്ചു. വീണ്ടും പോകുമ്പോ ഞാൻ ട്രിപ്പിൾ PhD എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീണ്ടും LKG തൊട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ ആത്മീയതയിൽ അങ്ങനെയല്ല. ഈ ജന്മത്തിൽ എത്ര നമ്മൾ ചെയ്തുവോ അതിന്റെ തുടർച്ചയായിട്ട് ബാക്കിയുള്ളത് അടുത്ത ജന്മം ചെയ്താൽ മതി എന്നാണ്. അപ്പോ ഭഗവാനെ ധ്യാനിക്കുക. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? സർവാംഗ സുന്ദരനായിട്ട്, സർവാഭരണ വിഭൂഷിതനായിട്ട്, പ്രസന്നമുഖനായിട്ടുള്ള ആ ഭഗവാനെ ധ്യാനിക്കുക. പാദം മുതല് ഓരോ അംഗത്തെയും സമഗ്രമായിട്ട് ധ്യാനിക്കാൻ സാധിക്കുക. അങ്ങനെ മന്ദഹാസ സുന്ദരമായിട്ടുള്ള മുഖത്ത് ധ്യാനം എത്തുമ്പോഴ് അവിടെ തന്നെ മനസ്സിനെ നിർത്തണം. ഇത്രയും ചെയ്താൽ മതി. പിന്നെ സ്വാഭാവികമായിട്ട് മനസ്സ് ശാന്തമായിക്കോളും. അങ്ങനെ ആ ഭഗവാന്റെ ആ പ്രസന്ന വദനം കണ്ട് അതിലിങ്ങനെ പര്യവസാനിക്കും. നിത്യ ആനന്ദം ഇങ്ങനെ പ്രകാശിക്കും നമ്മുടെ ഉള്ളില്. ഹരേ കൃഷ്ണ. ഭക്തിയോഗ. ത്രേതായുഗം. അപ്പൊ നമ്മള് ഈ 4 യുഗങ്ങൾ മുമ്പ് കണ്ടതാണ്. സത്യയുഗത്തില് ധ്യാനമായിരുന്നു അല്ലെ, യജ്ഞം അന്നത്തെ. അപ്പൊ ഇവിടെ ത്രേതായുഗത്തിൽ യജ്ഞം, യാഗങ്ങള്, ദ്വാപരയുഗത്തില് വിഗ്രഹാരാധന അല്ലെ, ക്ഷേത്രോപാസന, കലിയുഗത്തിലോ ഹരിനാമ സങ്കീർത്തനം. നാമസങ്കീർത്തനം പ്രചരിപ്പിക്കാൻ നമുക്ക് പറഞ്ഞു തരാനാണ് ചൈതന്യ മഹാപ്രഭു വന്നത്. നമ്മൾ പറഞ്ഞു അല്ലെ, 5000 വർഷത്തിന് മുമ്പ് ചൈതന്യ മഹാപ്രഭു വന്നു. ഇത് നമ്മൾ കണ്ടു അല്ലെ. ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയുന്നതാണ്. ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലോർനാസ്തേവ നാസ്തേവ നാസ്തേവ ഗതിരന്യത. ഹരിനാമം ജപിക്കുക, ഹരിനാമം ജപിക്കുക. അത് മാത്രാണ് ഈ കലിയുഗത്തില്. വേറെ ഒരു വഴിയില്ല. നാസ്തേവ നാസ്തേവ ഗതി. വേറെ ഒരു ഗതിയുമില്ല എന്നാണ്. ഹരിനാമമല്ലാതെ മറ്റൊരു ഗതിയുമില്ല ശ്രേയസിനായിട്ട്. ഇവിടെ എന്താ കാണിച്ചിരിക്കണേ? കുറെ കോണികൾ കയറി പോകേണ്ട ഒരു ബിൽഡിംഗ് ആണ് വിചാരിക്കുക. ഇപ്പൊ ലിഫ്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മള് ഏതാ നമ്മൾ പ്രിഫർ ചെയ്യുക? നമ്മള് ഇതാണ് അല്ലെ, ലിഫ്റ്റിൽ പോവും. അതാണ് ഭക്തി യോഗം. ഇപ്പൊ അഷ്ടാംഗ യോഗ, അതൊക്കെ ഒരുപാട് വർഷങ്ങൾ പ്രാക്ടീസ് കൊണ്ടേ സാധിക്കുള്ളൂ. നമ്മൾ ഭക്തി യോഗ, കൃഷ്ണാവബോധത്തിലൂടെ ഭക്തിയുത സേവനം ചെയ്യുക. അപ്പൊ അതാണ് ഏറ്റവും സരളമായ എളുപ്പമായ മാർഗം. അതാണ്. അത് ഫോളോ ചെയ്യാൻ പറ്റുന്നവർക്ക് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹരേ കൃഷ്ണ. ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങളുണ്ട്. നാമജപമാണ് ഈ കലിയുഗത്തില് ശ്രേഷ്ഠത കൈവരിക്കാനുള്ള വഴി എന്ന് ചൈതന്യ മഹാപ്രഭു കലിയുഗത്തിൽ 500 വർഷങ്ങൾക്ക് മുമ്പ് അവതരിച്ചു. ഹരിനാമ സങ്കീർത്തനം പ്രചരിപ്പിച്ചു. സ്പിരിച്വൽ റെഫറൻസസ് നോക്കിയാല് കലിയുഗത്തിന്റെ ആ കാലഘട്ടത്തിൽ ആളുകൾ ദൈവത്തിന്റെ പരമോന്നത വ്യക്തിത്വത്തിന്റെ വിശുദ്ധ നാമങ്ങൾ ചൊല്ലണമെന്ന്
നാരദീയ സംഹിതയിൽ പറയുന്നുണ്ട്. പിന്നെ എല്ലാ വേദസാഹിത്യങ്ങളിലൂടെയും തിരഞ്ഞതിനു ശേഷം ഹരേ കൃഷ്ണ മന്ത്രോച്ചാരണത്തെക്കാൾ ഈ കാലഘട്ടത്തിൽ മതത്തിന്റെ ഗംഭീരമായ ഒരു രീതി കണ്ടെത്താൻ കഴിയില്ല എന്ന് കലിസന്ധരണ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ, എന്റെ പ്രിയ രാജാവേ, കലിയുഗത്തിൽ തെറ്റുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പ്രായത്തെക്കുറിച്ച് ഒരു നല്ല ഗുണം ഇപ്പോഴുമുണ്ട്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ആ മഹാമന്ത്രം ചൊല്ലുന്നതിലൂടെ ഒരാൾക്ക് ഭൗതിക അടിമത്തത്തിൽ നിന്ന് മുക്തമാവുകയും അതീന്ദ്രിയ രാജ്യത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യാം. ശ്രീമദ് ഭാഗവതത്തില് ശുഗബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്നതാണ്. പിന്നെ ഭഗവത്ഗീതയിൽ 10:25 പറയുന്നുണ്ട്, യജ്ഞാനാം ജപയജ്ഞോസ്മി, യജ്ഞങ്ങളിൽ തിരുനാമ ജപമാണ് ഞാൻ എന്ന് ഭഗവാൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്റെ ഭഗവാനെ, ദൈവത്തിന്റെ പരമോന്നത വ്യക്തിത്വമേ, അങ്ങയുടെ വിശുദ്ധ നാമത്തിൽ ജീവനുള്ള സത്തയ്ക്ക് എല്ലാ ഭാഗ്യവുമുണ്ട്. അതിനാൽ അങ്ങയ്ക്ക് കൃഷ്ണ, ഗോവിന്ദ എന്നിങ്ങനെ നിരവധി പേരുകളുണ്ട്. അങ്ങയുടെ എല്ലാ കഴിവുകളും ആ പേരുകളിൽ നിക്ഷേപിച്ചു. അവിടെ അവ ഓർമ്മിക്കുന്നതിനുള്ള കഠിനവും വേഗത്തിലുള്ളതുമായ നിയമങ്ങളല്ല. ശിക്ഷാഷ്ടകത്തിലെ ശ്ലോകം 2 പറയുന്നതാണ്. പിന്നെ നമ്മൾ ജപിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മഹാമന്ത്രം ചൊല്ലുന്നതിന് ചെയ്യേണ്ടത്, ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലാൻ തുടങ്ങുന്നതിനു മുമ്പ് പഞ്ചതത്വ മന്ത്രം ചൊല്ലണം. എന്താണ് പഞ്ചതത്വ മന്ത്രം? ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. അതായത് ഈ പഞ്ചതത്വം എന്ന് പറഞ്ഞാൽ ഈ 5 പേരാണ്. ഭഗവാൻ കൃഷ്ണനാണ് ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നത്, പാർഷദന്മാരായിട്ട് മറ്റുള്ളവര്. നിത്യാനന്ദ പ്രഭു ബലരാമാണ്. അതുപോലെ അദ്വൈതാചാര്യൻ നാരദരാണ്. അതുപോലെ വിഷ്ണുവും ശിവനും കൂടിയിട്ടാണ്. ഇതിവിടെ ഗദാധർ പണ്ഡിറ്റാണ്. അത് രാധാറാണി തന്നെയാണ്. ഇത് അതാരാണ്? ഗൗരഭക്തവൃന്ദ ശ്രീവാസ് ഠാക്കൂറാണ് ഇത്. അങ്ങനെ എല്ലാവരും ഈ പഞ്ചതത്വത്തിനെ നമ്മൾ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ക്ഷമിക്കണം, ഭഗവാനോട് ചേർത്തി തരണം, ഭഗവത് ഭക്തി തരണം എന്ന് ആദ്യം പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം 108 തവണ ജപിക്കേണ്ടത്. ഒരു 108 തവണ ഒരു മാല കംപ്ലീറ്റ് ചെയ്താല് വീണ്ടും ഈ പഞ്ചതത്വ മന്ത്രം നമ്മൾ ചൊല്ലണം. എന്നിട്ട് വീണ്ടും മാല ജപിക്കുക. അങ്ങനെയാണ്. അപ്പോൾ മന്ത്രം ശ്രവിക്കുക, മന്ത്രം കേൾക്കാൻ ഉച്ചത്തിൽ ജപിക്കുക. നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്കെങ്കിലും കേൾക്കത്തക്ക സൗണ്ടില് നമ്മൾ മന്ത്രം ജപിക്കുക. ഓരോ പേരും വ്യക്തമായി ഹരേ കൃഷ്ണ രാമ എന്ന് ഉച്ചരിക്കുക. ചിലവര് സ്പീഡിൽ കഴിയാൻ വേണ്ടിയിട്ട് ഹരേ കൃഷ്ണ അങ്ങനെ വ്യക്തത ഇല്ലാതെ ജപിക്കരുത്. ഹരേ കൃഷ്ണ തന്നെ, ഹരേ രാമ അങ്ങനെ എന്നെ വ്യക്തതയോടെ ഉച്ചരിക്കണം. ആദരവോടെ ഭക്തിയോടെ മന്ത്രിക്കുക. അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ട് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ അല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏത് സ്ഥലത്തും ജപം ചെയ്യാം. ഇരിക്കുകയോ നടക്കുകയോ ഏത് ദിശയിലും അഭിമുഖീകരിച്ച് നിങ്ങൾക്ക് ജപം ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മഹാമന്ത്രം ചൊല്ലാം. രാവിലെയോ ബ്രഹ്മമുഹൂർത്തത്തിലാണ് നല്ലത്. പക്ഷെ എപ്പോഴും വേണേ സമയമുള്ളപ്പോഴൊക്കെ നമുക്ക് ചൊല്ലാം. കുളിക്കുന്നതിന് മുമ്പോ ശേഷമോ നിങ്ങൾക്ക് ജപം ചെയ്യാം. എണ്ണം വെച്ച് മഹാമന്ത്രം ചൊല്ലുന്നത് ശുപാർശ ചെയ്യുന്നു. 108 മുത്തുകളുള്ള ഒരു മാലയിലാണ് മഹാമന്ത്രം ചൊല്ലുന്നത് നല്ലത്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ദിവസേന 108 തവണയെങ്കിലും ജപിക്കേണ്ടതാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇനി ചെയ്യാൻ പാടില്ലാത്തത് എന്താ മാതാജി? ആ കേക്കാൻ പറ്റുന്നുണ്ടോ? ആ പറയൂ. ഈ എന്താ പറയാ, കർമ്മ പരിത്യാഗം പറഞ്ഞ എന്താ അർത്ഥാക്കുന്നേ? കർമ്മഫലം ത്യജിക്കുക. കർമ്മത്തിന്റെ ഫലം ത്യജിച്ചുകൊണ്ട് കർമ്മം ചെയ്യാം. കർമ്മം ഉപേക്ഷിക്കരുത്, കർമ്മഫലമാണ് ഉപേക്ഷിക്കേണ്ടത്. കർമ്മം ചെയ്യണം, കർമ്മഫലം നമ്മൾ കൊടുക്കരുത്. മഹാമന്ത്രത്തിന്റെ ഒരു ഭാഗം മാത്രം ചൊല്ലരുത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ മാത്രം ചൊല്ലരുത്.
ഹരേ രാമ 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 ഹരേ ഹരേ എന്നും കൂടെ ആ 16 വാക്കുകളും ചൊല്ലണം. ഷോഡശ മന്ത്രം. അപ്പോഴാണ് ഒരു മന്ത്രം പൂർത്തിയാവുന്നത്. ഇനി ജപമാലയിലെ കൃഷ്ണമുത്തിൽ മന്ത്രം ചൊല്ലരുത്. ഇവിടെ നടുവിൽ ഒരു വലിയ ബീഡുണ്ടാവും. അത് നമ്മൾ പഞ്ചതത്വം ചൊല്ലിയാൽ മാത്രം മതി. അതിൽ നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലേണ്ടതില്ല. പുസ്തകമോ പത്രമോ വായിക്കുമ്പോൾ ഒരാൾ മന്ത്രം ചൊല്ലരുത്. TV, മൊബൈൽ തുടങ്ങിയവ കാണുമ്പോൾ മന്ത്രം ചൊല്ലരുത്. മൾട്ടി ടാസ്കിങ് പാടില്ല. മന്ത്രം ജപിക്കുമ്പോൾ ഭഗവാനില് മനസ്സ് വെച്ചുകൊണ്ട് മന്ത്രം ജപിക്കുക, അല്ലെ? ഭഗവാനിലെ ഏകാഗ്രതയുള്ള മനസ്സോടുകൂടെ മന്ത്രം ജപിക്കാൻ ശ്രദ്ധിക്കുക. മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മന്ത്രം ജപിക്കരുത്. അപ്പോഴെന്താ ഉണ്ടാവുക? യഥാർത്ഥ സമാധാനം കിട്ടും, അല്ലെ? ജ്ഞാനോദയം ഉണ്ടാവും. ഭഗവാനെ കുറിച്ച് പൂർണ്ണ വിവരങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക്, അല്ലെ? എത്ര സന്തോഷവാന്മാരാണ് ഇവരൊക്കെ. ഇപ്പൊ മന്ത്രജപത്തിന്റെ പ്രാധാന്യമാണ് ഇവിടെ പറഞ്ഞു തന്നത്. ഉത്കണ്ഠയിൽ നിന്നൊക്കെ മുക്തി കിട്ടും നമുക്ക്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. മാതാജി പഞ്ചതത്വ മന്ത്രോ അതൊന്നും ഇട്ടേക്കോ ഇതില്? അത് ഈ റെക്കോർഡിൽ ഉണ്ടാവും. ഇന്നിപ്പോ നിങ്ങൾക്ക് ലൈവ് പോസ്റ്റ് ചെയ്യൂ കേട്ടോ. ഇന്ന് തൊട്ട് ലൈവ് ഒക്കെ ശരിയായിട്ടുണ്ട്. അപ്പൊ ഇന്ന് റെക്കോർഡൊക്കെ അവിടെ കിടക്കും, ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടാവും. ഈ ചോദ്യങ്ങളില് ഉത്തരം എഴുതിയത് വായിക്കൂ. ആരാ ഉത്തരം എഴുതിയിട്ടുള്ളത്? ചോദ്യങ്ങളുടെ ഉത്തരം ഒന്ന് വായിക്കൂ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. അഷ്ടാംഗയോഗയുടെ വേറെ ആരെങ്കിലും വായിക്കാൻ തയ്യാറുണ്ടോ? അല്ല, വായിച്ചോളൂ. അല്ല, എല്ലാവർക്കും അവസരം കിട്ടണ്ടേന്ന് ഞാൻ ചോദിച്ചതാ. ഞാൻ ഇന്നലെ വായിച്ചിരുന്നു. അത് കുഴപ്പമില്ല, വായിച്ച. അഷ്ടാംഗയോഗയുടെ 8 ചവിട്ടുപടികൾ ഏതെല്ലാം? ഇത് എവിടുന്ന കിട്ടിയ ഈ ചോദ്യം? ഗ്രൂപ്പിലിട്ടു. ഓ ശരി ശരി. സോറി, ഞാൻ വേറെ ക്ലാസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചു. പറയാം. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധ്യാന, സമാധി. ഓക്കെ. 2. ബദ്ധനായ ആത്മാവിന്റെ ഉറ്റമിത്രവും ശത്രുവും ആരാണ്? മനസ്സ്. അതെ അതെ. അടുത്തത്. ആർക്കെല്ലാം യോഗിയാവാൻ കഴിയില്ല? ഏറെ ഭക്ഷണം ഭക്ഷിക്കുന്നവർക്കും ഉറക്കമില്ലാത്തവർക്കും വേണ്ടതിലേറെ ഉറങ്ങുന്നവർക്കും ഒരാള് പറ. ഒരാള് പറഞ്ഞാൽ മതി. പറയട്ടെ? പറയൂ. സ്ഥിരതയില്ലാത്ത മനസ്സിനെ എങ്ങനെ കീഴടക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും മനസ്സിനെ കീഴടക്കാം. അതെ. ശ്ലോകം 6:41 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? യോഗത്തിൽ പരാജിതനാകുന്നയാൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകങ്ങളിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അസംഖ്യം സംവത്സരങ്ങൾ വാണതിനു ശേഷം നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കുന്നു. 6. യോഗികളിൽ വെച്ച് ഉത്തമനായ യോഗി ആരാണെന്നാണ് ഭഗവാന്റെ അഭിപ്രായം? പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും ഭഗവാനിൽ തന്നെ നിലകൊള്ളുകയും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവ്വം ഭഗവാന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് ഉത്തമനായ യോഗി. അതെ. 7. പഞ്ചതത്വ മഹാമന്ത്രം ഏതാണ്? ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ വാസാദി ഗൗരഭക്തവൃന്ദ. മഹാമന്ത്രം എങ്ങനെയാണ് ചൊല്ലുന്നത്? ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് പഞ്ചതത്വ മന്ത്രം ചൊല്ലുക. മന്ത്രം ഉറക്കെ ചൊല്ലണം, വ്യക്തമായി ഉച്ചരിക്കണം, ആദരവോടും ഭക്തിയോടും കൂടെ മന്ത്രിക്കണം. ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. 9. എന്തൊക്കെ ചെയ്യാൻ പാടില്ല? മഹാമന്ത്രം ചൊല്ലുമ്പോൾ എന്തൊക്കെ ചെയ്യരുത്? മഹാമന്ത്രത്തിന്റെ ഒരു ഭാഗം മാത്രം ചൊല്ലരുത്.
ജപമാലയിൽ കൃഷ്ണമുത്തിൽ മന്ത്രം ചൊല്ലരുത്. TV മൊബൈൽ കാണുമ്പോൾ മന്ത്രം ചൊല്ലരുത്. അതെ. 10ാമത്തെ നാമജപത്തിന്റെ ഗുണങ്ങൾ എന്തെല്ലാം? മനസ്സമാധാനം, യഥാർത്ഥ സന്തോഷം, ജ്ഞാനോദയം, അതെ ഉത്കണ്ഠയിൽ നിന്ന് മുക്തി. അതെ അതെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. മാതാജി, ആ, ഈ ദ്വന്ദ്ങ്ങൾ എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞുതരോ? സുഖം ദുഃഖം, ജയം പരാജയം, സുഖം, സ്തുതി ദുഃഖം. നിന്ദ, അങ്ങനെയുള്ള തണുപ്പ് ചൂട്, അങ്ങനെ 2 എക്സ്ട്രീംസ് ഉണ്ടല്ലോ. അതാണ് ദ്വന്ദ്ങ്ങൾ എന്ന് പറഞ്ഞ 2 എക്സ്ട്രീം. സുഖം ദുഃഖം, ജയം പരാജയം, അങ്ങനെ പലതും ഉണ്ട് അല്ലേ? അതാണ് ദ്വന്ദ്ങ്ങൾ. ഇതിൽ നിന്നൊക്കെ മുക്തി നേടുക. സമഭാവനയോടെ കാണുക. സുഖം വന്നാലും കൊള്ളാം, ദുഃഖം വന്നാലും കൊള്ളാം, കല്ലേറ് കിട്ടിയാലും കൊള്ളാം, പൂമാല കിട്ടിയാലും കൊള്ളാം, അല്ലേ? ഒരുപോലെ കാണുക. ഒന്നിലും ഒരു സന്തോഷം വരുമ്പോഴേക്കും അങ്ങ് തുള്ളിച്ചാടുക. അതല്ല, ദുഃഖം വന്നു, എന്തെങ്കിലും സങ്കടമുള്ള കാര്യം വന്നു, ആകെ അങ്ങ് തകർന്നടിഞ്ഞു, അങ്ങനെയൊന്നും ആവാണ്ട. സമനിലയിൽ പോവാ. ഓക്കെ, താങ്ക്സ്. ഹരേ കൃഷ്ണ. അതെ, ഒരു കാര്യം കൂടി ഉണ്ട്. ആ, എന്താണ് ഈ സത്യയുഗത്തില് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ എന്തോ പറഞ്ഞില്ലേന്നോ? അത് കലിയുഗത്തിൽ നമ്മൾ നാമസങ്കീർത്തനാണ് ചെയ്യേണ്ടത്. അതാണ് മുക്തിക്ക് വഴി. നമ്മുടെ ശ്രേയസ്സിനുള്ള, നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ നാമജപാണ് കലിയുഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. ഒന്ന് പറഞ്ഞു. മറ്റതൊക്കെ മറ്റു യുഗങ്ങളിലായിരുന്നു. സത്യയുഗത്തില് ധ്യാനം, സത്യയുഗത്തില് ധ്യാനം, ത്രേതായുഗത്തില് യജ്ഞങ്ങൾ, യാഗങ്ങള്, ദ്വാപരയുഗം വിഗ്രഹാരാധന, അതെ, കലിയുഗത്തിൽ ഹരിനാമ സങ്കീർത്തനം. അതെ, അതന്നെ. പിന്നെയോ? പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇന്നെന്താ, ഇന്നത്തെ അധ്യായത്തിൽ എന്താ, എല്ലാം മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. കൃഷ്ണ